പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തകൾ ഇസ്രായേൽ വിവിധ രാജ്യങ്ങളിൽ, ലെബനൻ അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതായിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടിരുന്നു. നേരത്തെ ഗാസയിൽ ഏതാണ്ട് പൂർണ്ണമായും ഗാസയെ തകർത്തുകൊണ്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ ആക്രമിച്ച് ഇറാൻ എന്ന വാർത്തകളാണ് ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നത്. ഏതാണ്ട് 200ഓളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. അതും ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട ആക്രമണമാണ്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഈ മിസൈലുകളെ പൂർണ്ണമായും പ്രതിരോധിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അത്രത്തോളം മികച്ചതായതുകൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റീസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്. 200ഓളം മിസൈലുകൾ തങ്ങൾ തൊടുത്തു എന്ന കാര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നത്. ജോർദാനിലെ നഗരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. ഇതാണ് ഇന്നലെ പുറത്തു വന്ന ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. Okay, guys, we got to get off the roof. These are coming down right next to us here. Push. لا المطار دخل مطار. انت بتشوف المسافه قريبه. لا مطارنا دخل يا ولد. لا مطار لا مطارنا دخل. لا المطار ده نعم تحرك 200 المطار. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ വിമാനത്താവളങ്ങൾ അടച്ചു. ജോർദാനിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചിരുന്നു. നേരത്തെ നമുക്കറിയാം ഇസ്രായേലിലെ US എംബസി ജീവനക്കാർക്ക് അമേരിക്കയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു, സുരക്ഷിതമായി ബങ്കറുകളിലേക്ക് മാറണമെന്ന്. ഇന്ത്യക്കാർക്കും സമാനമായ നിർദ്ദേശമുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നുമാണ്. ഇന്ത്യക്കാർക്ക് ഒരുപാട് മലയാളികളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണം. പക്ഷേ ആർക്കും പരിക്കേൽക്കുകയോ മരണമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ദേശീയ സുരക്ഷാ കൗൺസിലുമായി വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നു. ഇസ്രായേലിനെ സഹായിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇതിനിടയിലാണ് ടെൽ അവീവിൽ അക്രമികൾ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു എന്ന വാർത്തയും പുറത്തുവന്നത്. സംഭവത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവന്നത്. 4 ആക്രമികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇത് ഭീകരാക്രമണമാണെന്ന് പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയുണ്ടായി. المطار ده نعم تحرك 200 المطار. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 200ഓളം മിസൈലുകളാണ് തുടർച്ചയായി ഇറാൻ ഇസ്രായേലിലേക്ക് വർഷിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന ഏറെ വിനാശകരമായ മിസൈലുകളായിരുന്നു അത്. പക്ഷേ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം കാര്യമായി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ അത് പൂർണ്ണമായും പ്രതിരോധിക്കുകയായിരുന്നു. നേരത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു പൂർണ്ണമായും ബങ്കറുകളിലേക്ക് മാറണം എന്നതിന്. അതിനാൽ തന്നെ നാശനഷ്ടങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ തോതിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും യുദ്ധം ആസന്നമാണ്. കാരണം കരയുദ്ധം ലെബനിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പുണ്ട്. ഇറാന് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. തിക്തഫലങ്ങൾ ഉണ്ടാകും, എത്രയും പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ,
കിരൺ അല്പസമയത്തിനകം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇറാന് നേരെ നമുക്കറിയാം, നേരത്തെ ഗാസയിൽ എങ്ങനെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയത് എന്നുള്ളത്. പിന്നീട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാരെയൊക്കെ ഇസ്രായേൽ വധിക്കുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇസ്രായേൽ ഹിസ്ബുള്ളയെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ലബനനിൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. കരയുദ്ധം തുടങ്ങിയാൽ പിന്നെ സർവനാശമായിരിക്കും ഫലം. നമുക്കറിയാം, അത്രത്തോളം വിനാശകരമായ ആയുധങ്ങളും യുദ്ധമുറകളുമാണ് ഇസ്രായേൽ എപ്പോഴും തങ്ങളുടെ ശത്രുക്കളെ തകർക്കാനായി ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാന് ഈ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ. അത്തരത്തിൽ ഇറാൻ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇറാനെ കൂടി തിരിച്ചടിക്കാനായി ഇസ്രായേൽ ഒരുങ്ങുകയാണ്. അതിന് അമേരിക്കയുടെ സഹായമുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ വരുന്ന പുതിയ വിവരമനുസരിച്ച് അമേരിക്ക ഇതിനകം തന്നെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഇസ്രായേലിനായി ഒരുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇറാനിലേക്ക് ചില തരത്തിലുള്ള ഹമാസ് ഹിസ്ബുള്ള മേധാവികളുടെ വധത്തിന് പകരമാണ് ഇത് എങ്കിൽ പോലും ഇസ്രായേലിലേക്ക് ഡസനോളം ഇൻ്റർസെപ്റ്ററുകൾ തൊടുത്തതായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലിൽ നിന്ന് ഒരു ഡസനോളം ഇൻ്റർസെപ്റ്ററുകൾ തൊടുത്തതായി പെൻറ്റഗൺ അറിയിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പെൻറ്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണത്തിൻ്റെ തിക്തഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, യുദ്ധം ഏതാണ്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറുകയാണ് എന്ന് മനസ്സിലാകുന്നു. ഇതുവരെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് എങ്കിൽ ഇസ്രായേലിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ടെല്ലവീവിലും ജോർദാനിലും മറ്റും മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. പക്ഷേ കാഷ്വാലിറ്റീസ് സംഭവിച്ചിട്ടില്ല. പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളാണ് നിർണായകം, അല്ലേ? രഞ്ജിത്തെ, അങ്ങനെ തന്നെയാണ്. പശ്ചിമേഷ്യ കഴിഞ്ഞ കുറേ കാലമായി അശാന്തമായി നിൽക്കുകയാണ്. ഹമാസുമായിട്ടുള്ള യുദ്ധമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളിലേക്കും, അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇറാൻ ഇന്നലെ തിരിച്ചടിച്ചിരിക്കുന്നു. ഇതുവരെയും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു അത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടായെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. അത് അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇറാൻ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളത്. പ്രധാനമായും ഹിസ്ബുള്ള കമാൻഡർ നസറുള്ളയുടെ വധവും അതോടൊപ്പം തന്നെ ഇറാൻ സൈനിക കമാൻഡറുടെ വധവും ഇറാനെ സ്വാഭാവികമായും ചൊടിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥയിൽ തന്നെയാണ് അത്തരമൊരു തിരിച്ചടി ഉണ്ടായത്. എന്നാൽ ഈ തിരിച്ചടി കൊണ്ട് വലിയ തോതിൽ ഇവരുടെ മിസൈൽ സംവിധാനത്തെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഏകദേശം ആകെ വന്ന മിസൈലുകൾ 90% മിസൈലുകളും അവരുടെ അയൺ ഡോം സംവിധാനത്തിലൂടെ തകർക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ മറിച്ച് ഇറാൻ അവകാശപ്പെടുന്നത് അങ്ങനെയല്ല. 90% മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ പതിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇന്നലെ ഇസ്രയേൽ വെടിവെപ്പുണ്ടായത്. ഇസ്രയേൽ വെടിവെപ്പിൽ 8 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 അക്രമികളെ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെയും ഒരു ആക്രമണമുണ്ട്. ഇതിൻ്റെ എല്ലാം ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അടക്കം അറിയിച്ചിട്ടുണ്ട്. ഡാനിയൽ ഹഗോരി പറഞ്ഞത് അതിശക്തമായ രീതിയിലുള്ള പ്രത്യാഘാതം ഇറാൻ നേരിടേണ്ടി വരും, അതിന് തയ്യാറായിക്കോളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാ വിദേശ പൗരന്മാരടക്കം ഇന്ത്യക്കാരടക്കം എല്ലാ പൗരന്മാർക്കും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങരുത്, അല്ലെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ ബോംബാക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിൽ മരണം ഇതുവരെയും ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിരവധി പേർക്ക് പരിക്കും കെട്ടിടങ്ങൾക്കടക്കം അപകടത്തിലായ അവസ്ഥയടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ അതിശക്തമായ ഒരു യുദ്ധ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ കൂടുതൽ അശാന്തമാകുന്നു എന്നുള്ള ചിത്രം തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ പോലൊരു രാജ്യത്തിനെതിരെ തിരിച്ച് പ്രത്യാക്രമണത്തിന് ഇറാൻ തയ്യാറായെങ്കിൽ അവർ കൂടുതൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ആദ്യ ഘട്ടത്തിൽ ഇത്തരമൊരു മറ്റ് ഹിസ്ബുള്ള അടക്കമുള്ള
ഇവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തൽക്കാലം ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇറാനും അത്തരത്തിലേക്കുള്ള ഒരു ആക്രമണവുമായി പ്രത്യാക്രമണവുമായി ഇറാനും രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളടക്കം ഇത്തരം ഈ യുദ്ധത്തിലേക്ക് പങ്കുചേരാനുള്ള സാധ്യതയും കൂടുതലാണ്. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങൾ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് ഇറാനും ഇസ്രായേലും ഗസയും മാത്രമല്ല ലെബനനടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ലെബനിൽ നിന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളാണ് സിറിയയിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 7 ശേഷം സിറിയയിലേക്ക് പോയതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. അത്രത്തോളം ആളുകൾ രാജ്യത്ത് ഇത്തരമൊരു വലിയ യുദ്ധത്തിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം നീങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ സമീപത്തെ രാജ്യങ്ങളിലേക്ക് കടക്കുന്നത്. ജീവനും സ്വത്തിനും അടക്കം അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് കടക്കുന്നത്. എന്തായാലും കടുത്ത ഒരു അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ഇതാണ് സാഹചര്യം. ഏതായാലും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇറാനിലേക്ക് ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ പിന്തുണ പൂർണ്ണമായും ഇസ്രായേലിന് ലഭിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതായാലും യുദ്ധം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറിയാൽ എത്രത്തോളം അശാന്തിയാകും ഈ പശ്ചിമേഷ്യയിൽ സംഭവിക്കുക എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുകൂടി ചേർത്ത് വെക്കണം. ഇന്നലെ 200ഓളം മിസൈലുകൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ വലിയ ഒരു നാശനഷ്ടത്തിൽ ഇസ്രായേൽ രക്ഷപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കണം. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് മിസൈലുകളെ പ്രതിരോധിച്ചുവെങ്കിൽ പോലും എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പുറം ലോകത്തിന് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം കിരൺ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അവിടെ തന്നെയാണ് അപ്പോൾ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പുണ്ടായിരുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം നിർത്തണം എന്നും തങ്ങൾ തിരിച്ചടിക്കും എന്നും. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ലോകക്രമത്തിലുണ്ടാക്കുന്ന നിരവധിയായ മാറ്റങ്ങൾ കൂടിയുണ്ട്. അമേരിക്ക പൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്രായേലിനൊപ്പമുണ്ട്. യൂറോപ്യൻ യൂണിയനും ഇറാൻ്റെ ബാലിസ്റ്റിക് ആക്രമണത്തെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ തേടിയാണ് ഇസ്രായേലിൻ്റെ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, ഈ അമേരിക്ക എല്ലാ കാലത്തും ഇസ്രയേലുമായി അത്തരത്തിലേക്കുള്ള നയതന്ത്ര ബന്ധവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ പോലുമുള്ള ബന്ധമുള്ള രാജ്യം തന്നെയാണ്. അമേരിക്കയുടെ പിന്തുണ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ അമേരിക്ക അടക്കം നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം പലതവണ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മുന്നിൽ അഭ്യർത്ഥന വെച്ചിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഗസയുമായി കഴിഞ്ഞ ഹമാസുമായിട്ടുള്ള യുദ്ധം ഏകദേശം വിജയിച്ചു എന്ന് തന്നെ മട്ടിൽ തന്നെ പറയാം. പ്രതിരോധത്തിന് വല്ലാതെ ഗസയിൽ നിന്നുള്ള ഹമാസിൻ്റെ പ്രതിരോധം അല്ലാത്ത തരത്തിൽ ദുർബലമായി തീരുകയും നിരവധി 40,000-ലേറെ ആളുകൾ കൊല്ലപ്പെടുകയും പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ അപ്പാടെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം വന്നത്. അവിടെ ഹമാസിനെ നേരിടുന്നത് പോലെ അത്ര എളുപ്പത്തിലുള്ള ഒരു സംവിധാനമല്ല ഹിസ്ബുള്ള എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനുള്ളിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം പോലെ തന്നെ അവർക്ക് പ്രത്യേകമായ സൈനിക സംവിധാനവും ആയുധ ശേഖരവും ഒക്കെയുള്ള വിശാലമായ ഒരു സംവിധാനമാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സൈന്യം നിൽക്കുന്നത് ആ തരത്തിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അത്തരമൊരു സംഘടനയെ നേരിടുമ്പോൾ അത്ര എളുപ്പത്തിൽ നേരിടാൻ കഴിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഇത്തരം സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിലവിൽ ഇറാന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ കാര്യമായ പിന്തുണയില്ലാതിരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത്. ഒരേ സമയം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ശത്രുക്കളെയും ഹമാസിനെയായാലും ഹിസ്ബുള്ളയായാലും ഹൗദികളെയായാലും 3 പേരെയും ഒരേ സമയം നേരിടുക, 3 പേരെയും പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇസ്രായേൽ തനിക്ക് തൻ്റെ പ്രധാനമന്ത്രി പദത്തിന് ഏൽക്കുന്ന വെല്ലുവിളിയെ മറികടക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ യുദ്ധങ്ങൾക്ക് പിന്നിലുണ്ട് എന്നതുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലെബനൻ്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിൽ 5 തവണ ഇസ്രായേൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് AFP തന്നെ, ആ വാർത്താ ഏജൻസി തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനൻ്റെ ഡിഫൻസ് ഫോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് AFP വാർത്ത സ്ഥിരീകരിക്കുന്നത്. പലതവണ അവിടുന്ന് ആളുകളോട് ബെയ്റൂട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആവർത്തിച്ച് ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത ഒരു ആക്രമണത്തിലേക്ക് എങ്ങനെയാണോ ഗസയിൽ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇസ്രായേൽ നടത്തിയത് ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശങ്ങൾ പലതോടും നൽകുക, അതിനുശേഷം ആ നഗരത്തെ അപ്പാടെ തകർക്കുന്ന രീതിയിലേക്ക് ഷെല്ലാക്രമണമോ ബോംബിംഗ് ആക്രമണം മിസൈൽ ആക്രമണമോ എല്ലാം ഒരേ ഘട്ടത്തിൽ തന്നെ നടത്തുക. അത്തരം ഒരു രീതിയിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക സ്വാഭാവിക
സ്വാഭാവികമായിട്ടുമുണ്ട്. ആ തരത്തിലേക്ക് ഇസ്രയേലും തിരിച്ചടിക്കാൻ തന്നെയാണ് സാധ്യതയെങ്കിൽ മറ്റ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലേക്കൊരു പ്രത്യാക്രമണം അവിടെ നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കടുത്ത അരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പശ്ചിമേഷ്യ ഇത്രത്തോളം അരക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയും പൂർണ്ണമായും ഒരു യുദ്ധത്തിലേക്കാണ് അത് നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അത് പശ്ചിമേഷ്യയുടെ ആകെ സമാധാനത്തെയും ലോക ട്രേഡിനെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത്തരം വിഷയത്തിന് അനുകൂലമായൊരു നിലപാടിലേക്ക് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അടക്കം പോകാനുള്ള സാധ്യതയും ഒരു പരിധിക്കപ്പുറം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അത്ര എളുപ്പത്തിൽ ഹിസ്ബുള്ളയെ അങ്ങനെ എളുപ്പത്തിൽ ഹമാസിനെ നിലംപരിശാക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഹിസ്ബുള്ളയെ നിലംപരിശാക്കാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ് ലോകത്താകമാനമുള്ള യുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച നിരീക്ഷകരൊക്കെ പറയുന്നത്. ആ തരത്തിലേക്കുള്ള ആയുധ സംവിധാനങ്ങളും അത്യാധുനിക ആയുധങ്ങളുടെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഏത് യുദ്ധത്തിനും വിജയിക്കാൻ ഏറ്റവും പ്രധാനം ഗ്രൗണ്ടിൽ എത്ര പട്ടാളക്കാരുണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എത്ര പേർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ആയുധ ശേഷി പോലെ തന്നെ പ്രധാനമാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വൻ ശേഷിയുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ആ തരത്തിലേക്കുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരം ഒരു രാജ്യത്തിനുള്ളിൽ ഇറാനുള്ളിൽ നിന്ന് അത്തരം ഒരു പിന്തുണ ഹിസ്ബുള്ളയ്ക്കും ഇറാൻ ഭരണകൂടത്തിന് ലഭിക്കരുത് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് ഇറാൻ ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബിൽ വഴി ഒരു വീഡിയോ സന്ദേശം അയച്ചിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം അഭിസംബോധന ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും കുലീനരായ മനുഷ്യരെ എന്നാണ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തത്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഭരണകൂടം നിരന്തരം ഇത്തരം ഭീകരർക്കെതിരെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം, നിങ്ങളുടെ ആശുപത്രി, നിങ്ങൾക്ക് ചികിത്സയ്ക്കുള്ള പണം, ഇതെല്ലാം അനാവശ്യ സംഘടനകൾക്ക് വേണ്ടി അനാവശ്യ യുദ്ധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ പണം എടുത്ത് ഇങ്ങനെ ചെലവഴിക്കുകയാണ്. അതിന് ഒരു സമാധാനം ഉണ്ടാവും, നിങ്ങളെ മോചിപ്പിക്കും ഞങ്ങൾ. പേർഷ്യക്കാരും യഹൂദന്മാരും ഇനി സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു കാലം വരും എന്നുള്ള ഇറാനിലെ ജനതയെ പൂർണ്ണമായും ഇറാൻ സർക്കാരിന് എതിരായ ഒരു നീക്കത്തിലേക്ക് തന്നെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ്, ഒരു നയതന്ത്ര നീക്കം കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നടത്തിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളത് ഏത് നിമിഷവും അത്തരം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നതെന്ന് കൃത്യമായി തന്നെ നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രായേലും തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ഇനിയിപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഈ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. തീർച്ചയായും. എന്തായാലും ഇന്നലെയാണ് തെക്കൻ ലെബനിലേക്ക് ഇസ്രായേലിൻ്റെ കമാൻഡോകൾ കടന്നു കയറിയത്. അവിടെ 25ഓളം ഗ്രാമങ്ങൾ ഇതിനകം ഒഴിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ വിഭാഗം പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചാണെന്നും പരിമിതമായ കരയുദ്ധമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും ഇസ്രായേൽ പറഞ്ഞ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അതിനുശേഷമാണ് ഈ ലെബനൻ ഭൂമിയിലേക്ക് ഇസ്രായേലിൻ്റെ കരസൈന്യം കടന്നു കയറിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന് നേരെ ഇത്തരത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് എന്നുകൂടി ചേർത്ത് വെക്കണം. അത് ഇറാൻ പലതവണ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു തരത്തിലും കരയുദ്ധം ആരംഭിക്കരുത്, ഹിസ്ബുള്ളയെ അടക്കം ലെബനെ ആക്രമിക്കുന്നതടക്കം നിർത്തിവെക്കണം എന്ന് പല രാജ്യങ്ങളും രാജ്യങ്ങളും ഇത്തരത്തിൽ ഗൾഫ് കൺട്രീസൊക്കെ ഇത്തരത്തിൽ ആവശ്യപ്പെട്ട പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പക്ഷെ അതൊന്നും ഇസ്രായേൽ കാര്യമാക്കിയിരുന്നില്ല. തുടർന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ 200ഓളം മിസൈലുകൾ തുടർച്ചയായി വർഷിക്കുകയാണ് ഇറാൻ. ജോർദാന് മുകളിലൂടെയാണ് ഈ മിസൈലുകൾ ടെൽ അവീവിലേക്കും മറ്റും എത്തിച്ചേർന്നത്. പക്ഷേ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ചു എന്നാണ്. എങ്കിലും ടണലുകളിലേക്കും ബങ്കറുകളിലേക്കും മറ്റും മാറാൻ ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭയചകിതരായിരുന്നു കുറേ നേരം ഇസ്രായേൽ ജനത. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. في اشياء بتهون في اشياء لا اسمع يا ولد جمر Oh my
my God. Look at this. Oh, this is oh my gosh. The flip is that? Getting out of here. It's a missile. Oh my God. Look at this. Oh, this is oh my gosh. The flip is that? Getting out of here. It's a missile. Oh my God. Look at this. Oh, this is oh my gosh. The flip is that? Getting out of here. It's a missile. Look at this. Oh, this is oh my gosh. The flip is that? Getting out of here. It's a missile. Oh my God. Look at this. Oh, this is മിസൈലുകൾ oh my gosh. തുടർച്ചയായി തൊടുത്തു ഇറാൻ ഇസ്രായേലിന് നേരെ എന്നുള്ളതാണ്. ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു, സംശയമില്ല, ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ആക്രമണം. അമേരിക്ക അടക്കം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. നമുക്കറിയാം ഇറാൻ്റെ ചുറ്റുവട്ടത്ത് അമേരിക്കൻ പ്രതിരോധ സംവിധാനമുണ്ട്. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇറാൻ്റെ കടലിടുക്കിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് ഇറാന് മുന്നറിയിപ്പായി ചില നടപടികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും യൂറോപ്യൻ യൂണിയൻ അടക്കം ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു മേന്മ കൊണ്ട് മാത്രമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരുന്നത്. പക്ഷേ മറ്റെന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ ടെല്ലവീവിലും മറ്റും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുന്നു. അത് ഈ പറഞ്ഞ ഇസ്രായേലിനെ അല്പനേരത്തേക്കെങ്കിലും ഭയചകിതരാക്കുന്നു. ജനങ്ങൾ ബങ്കറുകളിലേക്കും മറ്റും മാറേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്ത്യൻ എംബസിയും പ്രധാനമായും ഒരുപാട് മലയാളികൾ, ഇന്ത്യക്കാരുള്ള ഒരു പ്രദേശമാണ്. ഇന്ത്യൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ്. ഇറാൻ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ജാഫയിൽ മരണം 8 എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, ഇതിനുള്ള മറുപടി കൊടുക്കും. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എത്രയും വേഗം തന്നെ ഒരു തിരിച്ചടി, അനന്തരഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ടെല്ലവീവ് സമീപം ജാഫയിലുണ്ടായ വെടിവെപ്പിൽ മരണം 8 എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 10ഓളം പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മലയാളികളടക്കം സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് വിവരം. താൽക്കാലികമായി അടച്ച ഇസ്രായേൽ വ്യോമപാത തുറന്നിട്ടുണ്ട്. വെടിനിർത്തൽ അനിവാര്യമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ വിക്ഷേപിച്ചതിന് പിന്നാലെ ലബനനിൽ ആഹ്ലാദ പ്രകടനം തെരുവിൽ നടന്നിരുന്നു. ബെയ്റൂട്ടിൽ ആളുകൾ പടക്കം പൊട്ടിച്ച് ഇത് ആഘോഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഇസ്രായേലിനുള്ള ശക്തമായ പ്രതികരണമാണ് എന്നാണ് ഇറാൻ പറഞ്ഞത്. തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. യഥാക്രമം എല്ലാം നടപ്പിലാക്കി എന്നും പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനങ്ങൾ നടത്താൻ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ഇറാനും ഇസ്രായേലും രണ്ടും കൽപ്പിച്ചാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാഖിലെയും പ്രദേശത്തെ എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്ന് US-ന്, അമേരിക്ക എന്തെങ്കിലും ഇടപെട്ടാൽ ബോംബിംഗ് നടത്തുമെന്ന് US-നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇറാൻ്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്ന് US വിശദീകരിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. ഏതായാലും ലബനൻ, ഇറാഖ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഏതാണ്ട് യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ പ്രദേശത്തുള്ളത് എന്ന് മനസ്സിലാക്കണം. യുദ്ധം വരുമ്പോഴൊക്കെയാണ് വ്യോമപാതകൾ അടയ്ക്കുകയും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ശ്രീ സജിമോൻ ആന്റണി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ഗുഡ് മോർണിംഗ് ശ്രീ സജിമോൻ ആന്റണി. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടത് ഒരു വലിയ ആക്രമണമാണ്. അതിപ്പോൾ ഇറാൻ ഇത്രയധികം ധൈര്യം വളരെ പെട്ടെന്ന് ഇസ്രായേലിന് നേരെ കാണിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം അമേരിക്കയുടെ വലിയ പിന്തുണ ഇസ്രായേലിനുണ്ട്. യൂറോപ്യൻ യൂണിയൻ അടക്കം ഇസ്രായേലിനെ പിന്തുണച്ചു വന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇറാൻ ഇത്ര വലിയ ഒരു ആക്രമണത്തിലേക്ക് കടന്നത്. എന്ത് കരുതണം? ഒരു യുദ്ധം ആസന്നമാണ് എന്ന് തന്നെയാണോ? തീർച്ചയായും ആ മേഖലയിൽ സംഘർഷം വളരെ കലുഷിതമാണ്. ഓരോ മൂവ്മെന്റും, നമ്മൾ സംസാരിക്കുന്ന ഓരോ മൂവ്മെന്റിലും തന്നെ ഈ ഒരു യുദ്ധം ഒരു പ്രത്യേക ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ എന്താണ് നടന്നത്? കഴിഞ്ഞ ഒക്ടോബർ 7 2023 ആ ഹമാസ്
ഒരു ആക്രമണം കഴിഞ്ഞതിന് ശേഷം ഒത്തിരിയേറെ പ്രതിഭാസങ്ങൾ നമ്മൾ ആ ഒരു റീജിയനിൽ കണ്ടു. അതിനകത്ത് ഇസ്രായേലിനെ പല ദിശയിൽ നിന്നും ഹെസ്ബുള്ളയും ഹമാസും ഹൂതീസും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഒറ്റയും പെട്ടയുമായിട്ട് ആക്രമിക്കുന്നത് കണ്ടു. ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ചയും കണ്ടു. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഇന്റർനാഷണൽ മീഡിയ ഉദ്ധരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുമുള്ള ഒരു പ്ലാൻഡ് അറ്റാക്കാണ് ഇസ്രായേലിന്റെ ഒരു ഓൾ ഔട്ട് വാർ എന്ന് പറയാൻ പറ്റും. അതായത് 4 ഭാഗത്തു നിന്നും, അതായത് ഒരു സൈഡിൽ അവർ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തി ഹെസ്ബുള്ളയുടെ ലീഡറെയും സെക്കൻഡ് കമാൻഡറെയും വരെ കൊല്ലുന്നു. അത് ഓർക്കണം, അത് ലെബനനിലാണ്. ഹെസ്ബുള്ളയുടെ മെയിൻ സുപ്രീം കമാൻഡർ അദ്ദേഹം കൊല്ലപ്പെടുന്നത് ലെബനിലാണെങ്കിൽ സെക്കൻഡ് ഇൻ കമാൻഡർ കൊല്ലപ്പെടുന്നത് ഇറാനിലാണ്. ഇറാന്റെ അവരുടെ ആ പ്രസിഡൻഷ്യൽ പാലസിന്റെ അടുത്തുള്ള ബിൽഡിങ്ങിനകത്തു നിന്നാണ് ഇസ്രായേൽക്കാർ ടാർഗറ്റഡ് ആയിട്ട് കൊന്നതെന്ന് വിചാരിക്കണം. അതോടൊപ്പം തന്നെ അടുത്ത സൈഡിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ബോംബാർഡ്മെന്റ് ആണ്. ആ ബോംബാർഡ്മെന്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ 600-700 പേരുടെ കാഷ്വാലിറ്റിയാണ് അതിനകത്ത് വന്നത്. അതോടൊപ്പം തന്നെ ആ 2-3 ദിവസത്തിന് ശേഷം പിന്നെ നമ്മൾ കണ്ടു പേജർ ബോംബ് അല്ലെങ്കിൽ വാക്കി ടോക്ക് ബോംബ് അങ്ങനെയുള്ള ഒരു പ്രതിഭാസങ്ങൾ കണ്ടു. ഇലക്ട്രോണിക് ഡിവൈസുകൾ എങ്ങനെയാണ് എത്രയധികം അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ദിശയിലേക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് അതിന് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് ഹെവി ബോംബാർഡ്മെന്റ് ഹെവി മിസൈൽസുകൾ ലെബനൻ ബോർഡറിലേക്ക് വിടുകയും അങ്ങനെ ഒരു കവർ കൊടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഗ്രൗണ്ട് ഇൻവേഷൻ ഇമ്മിനന്റ് ആണ് എന്നുള്ളത് എല്ലാവരും പ്രൊഡിക്ട് ചെയ്തു. അതാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഗ്രൗണ്ട് ഇൻവേഷനിൽ അമേരിക്കയുടെ ഇടപെടൽ കാരണം അത് എന്താ പറയുക ഒരു കൺട്രോൾഡ് വേയിലാണ്. അതായത് അൺലിമിറ്റഡ് ആയിട്ട് പോവാതെ, അൺലിമിറ്റഡ് ആയിട്ട് ഓക്യുപ്പൻസി ആയിട്ട് പോവാതെ നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരണം. ആ ഒരു സ്ട്രാറ്റജിയിലാണ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഹമാസുമായിട്ടുള്ള ഫൈറ്റിനകത്ത് ഇസ്രായേൽ ഒത്തിരി ലേൺ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ ചിലന്തി വലകളെ പോലുള്ള നെറ്റ്വർക്കുകൾ, അണ്ടർഗ്രൗണ്ട് ടണലുകൾ നമ്മൾ കണ്ടു. ഈ പറഞ്ഞ ഹമാസിന്റെ ആയുധ ശേഖരങ്ങളും അവരുടെ മുഖ്യമായ ലീഡേഴ്സ് കൺട്രോൾ സെന്ററുകളും എല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഈ ഭൂമിക്കടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിനകത്തായിരുന്നു, അല്ലെങ്കിൽ കോൺക്രീറ്റ് തുരങ്കത്തിനകത്തായിരുന്നു. അപ്പൊ അതേ തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ അല്ലെ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഹിസ്ബുള്ളയുടെ ഒരു പാറ്റേണിൽ ഉണ്ട് എന്ന് ഇസ്രായേലിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുക വളരെ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ ബങ്കറുകളെല്ലാം പ്രത്യേക അടിച്ചു നിരത്തി ആയുധങ്ങളെ നാമാവശേഷമാക്കിയിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് എന്ന് തോന്നുന്നു സോഫാർ ഇസ്രായേൽ ഒപ്പുവെക്കുന്നത്. അതോടൊപ്പം ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇറാൻ അതിന് പ്രതികരണമായിട്ട് അവർ ബാലിസ്റ്റിക് മിസൈൽ ഇട്ടു. ഏകദേശം 200ഓളം മിസൈലുകളാണ് വിതിൻ മിനിറ്റ്സിനകത്ത് ഇസ്രായേലിലേക്ക് വന്നു വീണത്. അതിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, ഇത്രയും 200 മിസൈലുകൾ വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇസ്രായേലിന് വലിയ ആളപായമൊന്നും ഉണ്ടായില്ല? അതിന് 2 റീസണേ ഉള്ളൂ. ഒന്നെങ്കിൽ അവർക്ക് ലക്ഷ്യമില്ലാതെ വെറുതെ ാണ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് തോന്നുന്നു പേടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളെ പിടിച്ചു നിർത്താനായിട്ട് ഞങ്ങൾക്കും ജോർദാൻ ക്രോസ് ചെയ്ത് ഡയറക്റ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ വിടാനുള്ള ധൈര്യമുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിരിക്കുക. എന്നാൽ തിരിച്ചു ഞങ്ങളെ ഒത്തിരി അറ്റാക്ക് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജും കൂടെ ആണ് എന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ തോന്നുന്നു. എന്നാൽ ഇസ്രായേൽ തന്നെ വളരെയധികം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇസ്രായേൽ പറയുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന ഞങ്ങൾ ഇപ്പൊ കേട്ടു, അദ്ദേഹം പറയുന്നത് ഇതിനെ ഞങ്ങൾ ഏത് ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഞങ്ങൾ അച്ചീവ് ചെയ്യാതെ പിന്മാറുന്ന പ്രശ്നമില്ല. ഒന്ന്, ഹമാസിനെ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ഹമാസുമായി ബന്ധപ്പെട്ട് ഗാസയിൽ നടത്തിയ ആക്രമണത്തിന് 80% ഹമാസിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അതിനുശേഷമാണ് തങ്ങളുടെ മറ്റു ശത്രുവായ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു പ്രധാന പ്രത്യേകത, ഇന്നലെ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. തെക്കൻ ലെബനിലേക്ക് ഇസ്രായേലിൻ്റെ വലിയൊരു സൈനിക വിഭാഗം കടന്നു ചെല്ലുന്നു. 25ഓളം ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുന്നു. അവിടെയൊക്കെ ഈ ഇറാന് ഇടപെടാതിരിക്കാനാവാത്ത പശ്ചാത്തലമുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ സഖ്യകക്ഷികളാണ്, തങ്ങളോട് ചേർന്ന് നിന്ന് വളർന്നു വരുന്നവരാണ് ഈ ഹിസ്ബുള്ളയും മറ്റും. അവരെ ഇത്രയധികം ഇസ്രായേൽ ഇല്ലാതാക്കാൻ പോകുമ്പോൾ ഇടപെട്ടേ പറ്റൂ. പക്ഷെ അത് എന്ത് പ്രത്യാഘാതം ഇറാനിൽ ഉണ്ടാക്കും എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന ഹമാസ് ആണെങ്കിലും ഹെസ്ബുള്ള ആണെങ്കിലും ഹൂദീസ് ആണെങ്കിലും അവരെയൊക്കെ മോറലി, മെന്റലി, ഫിസിക്കലി അല്ലെങ്കിൽ ആയുധപരമായിട്ട് അല്ലെങ്കിൽ കോച്ചിങ് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ഇറാൻ റൺ ആയിട്ടുള്ള അവരുടെ ഇറാന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് എന്ന് കാണാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തേത്, ഇസ്രായേൽ ഒരിക്കലും ഇറാനെ ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കുകയോ ഇറാന്റെ സോൾജേഴ്സിനെ കൊല്ലുവോ ഇറാന്റെ ലീഡേഴ്സിനെ കൊല്ലുകയോ ചെയ്തില്ല. എന്നാൽ ഇറാനിൽ പാത്തിരുന്ന ഹിസ്ബുള്ളയുടെ ലീഡേഴ്സിനെയും ഇറാനിൽ പാത്തിരുന്ന ഹമാസിന്റെ ലീഡേഴ്സിനെയും ഈ മണ കൊന്നത് നമുക്ക് കാണാൻ പറ്റും. എപ്പം ഇറാന്റെ ഒരു ഒഫീഷ്യൽ പ്രസ്താവന തന്നെ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിടാനുള്ള റീസണ്
ഹിസ്ബുള്ളയുടെ ലീഡേഴ്സിനെ കൊന്നതിന് പ്രതികാരം ചെയ്യാനാണ് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് ഇറാനിയൻസിനെ ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇറാനിയൻ മിലിറ്ററി അപായപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇറാനിയൻ ലീഡേഴ്സിനെ കൊന്നു എന്നുള്ള ഒരു ഇതിലല്ല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനെ ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം ചെയ്യാനാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറൊരു പ്രത്യേകത, അമേരിക്കയും പ്രത്യക്ഷമായിട്ട് യുദ്ധത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഏകദേശം 40,000-ലധികം US ഫോഴ്സ് ആണ് ആ റീജിയനിലുള്ളത്. പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ ഈ ഒരു വാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സഖ്യകക്ഷിയായ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഇവിടെ നിന്നുള്ള ഇപ്പോൾ റിപ്പോർട്ട് ഇതേയും കൂടുതൽ സൈനികരെ അങ്ങോട്ടേക്ക് ഏത് നിമിഷവും ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കാനുള്ള ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു രണ്ട് അത്യാധുനികമായ യുദ്ധക്കപ്പലും കൂടെ ആ ഒരു തീരത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. അതോടൊപ്പം പ്രസിഡന്റ് ബൈഡന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുവാണെങ്കിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് അതിനെ ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് ഡൗൺ ചെയ്യാനുള്ള അധികാരം കൊടുത്തതായിട്ടാണ് ഇവിടുന്നുള്ള റിപ്പോർട്ട്. അതിന്റെ ഒരു ശ്രമമായിട്ട്, ആ ഒരു കമ്പൈൻഡ് ജോയിന്റ് ഇഫേർട്സിന്റെ ഫലമായിട്ടാണ് എന്ന് തോന്നുന്നു. ഏകദേശം ഈ മണിക്കൂറിനകത്ത് ഏകദേശം 200-ലധികം മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽ വന്നിട്ട് പോലും ആളപായം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഒന്നെങ്കിൽ വെടിവെച്ചിട്ടു, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്തു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു അയൺ ക്ലാഡ് ആ ഒരു കവറേജിനകത്ത് ഒന്ന് നുഴഞ്ഞു കയറാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നത് കേണൽ ഡെന്നി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദയവായി തുടരുക സജിമോൻ ആന്റണി. ഡെന്നി, ഇവിടെ നമ്മൾ ഈ വിഷയം പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം മാറിയിരിക്കുകയാണ്. കാരണം തങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമം, അതിന് അമേരിക്ക നൽകുന്ന വലിയ പിന്തുണ, അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗാസയിൽ വലിയ ആക്രമണം നടത്തി ഹമാസുമായി ബന്ധപ്പെട്ട പ്രധാന ആളുകളെയൊക്കെ വധിച്ചു കഴിഞ്ഞു. ഹമാസിനെ ഏതാണ്ട് ഇല്ലാതാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹിസ്ബുള്ളയുടെ കോർ പ്രധാന ലീഡേഴ്സിനെ എല്ലാവരെയും വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. കരയുദ്ധം ആരംഭിക്കുന്നു, പൂർണ്ണമായും ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുമെന്ന് പറയുന്നു. അവിടെയാണ് ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. ഇത്രയധികം മിസൈലുകൾ തങ്ങളുടെ ഏരിയയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇസ്രായേൽ ജനതയെ വലിയതോതിലൊന്ന് പേടിപ്പിക്കാൻ ഇറാനായി, ഭരണകൂടത്തെ ഞെട്ടിക്കാനായി. അതിനപ്പുറം എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവന കേട്ടാൽ എത്രയും പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാകും. അത് എന്ത് സാഹചര്യത്തിലേക്കായിരിക്കും ഈ മേഖലയെ നയിക്കുക? ശ്രീ രഞ്ജിത്ത്, ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ഇറാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള റിപ്പോർട്ട്സ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെയും US-ന്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു, ഇറാൻ ബാലിസ്റ്റിക് മിസൈൽസിന്റെ ഫയർ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു അഗൈൻ നേരത്തെ ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ പോലെ ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു അറ്റാക്ക് സർപ്രൈസ് ഫാക്ടർ ഇല്ലാതെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു എന്നുള്ള ഒരു കാര്യം ഉണ്ട്. അതിനകത്ത് കാഷ്വാലിറ്റീസ് ധാരാളം ഒന്നും വന്നിട്ടില്ല ഇതുവരെ. നമ്മൾ ആയിട്ടുള്ള ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉള്ളതായിട്ട് ഇതുവരെ ഒരു റിപ്പോർട്ട്സ് വന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കാരണം അയൺ ഡോം എന്നുള്ള സിസ്റ്റം ഈ വരുന്ന ഇൻകമിംഗ് മിസൈൽസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്തെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്സ്. അപ്പൊ ഇത് നേരത്തെ തന്നെ ഏപ്രിലിൽ ഇതുപോലെ ഒരു അറ്റാക്ക് നടന്ന സമയത്തും ഇറാന് തിരിച്ചടി എന്നുള്ള രീതിയിൽ ഇസ്രായേലിന്റെ മുകളിൽ മിസൈൽസ് ഫയർ ചെയ്തിരുന്നു. അന്നും കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇറാനെ സംബന്ധിച്ചോളം ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അവരുടെ ഒരു അസറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഹമാസിനെ അങ്ങ് പറഞ്ഞ പോലെ ഏകദേശം ഒരു 80% വരെ ന്യൂട്രലൈസ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഒരു 80% വരെ ന്യൂട്രലൈസ് ചെയ്തു. ഹെസ്ബുള്ളയുടെ കാര്യം ഏകദേശം അതായത് അവരാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നോൺ സ്റ്റേറ്റ് ആക്ടർ ആയിട്ട് പോലും അവർക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു മിലിറ്ററി കാപ്പബിലിറ്റിയും ലീഡർഷിപ്പും കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതെല്ലാം തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ ഹുത്തീസ് 1200 മൈൽസ് ദൂരം പോലുള്ള ആ റേഞ്ചിൽ വരെ പോയി അങ്ങ് വരെ പോയിട്ട് ഹുത്തീസിനെ ടാർഗറ്റ് ചെയ്തു. അപ്പൊ ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, അതായത് ഇവരാണല്ലോ അതിന്റെ ബാക്കിലുള്ള ഏറ്റവും മെയിൻ ഫോഴ്സ്. അപ്പൊ ഇത്രയൊക്കെ അറ്റാക്ക് അവരുടെ പുറത്ത് വരുമ്പം എന്തുകൊണ്ട് ഇറാൻ പ്രതികരിച്ചില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം വരും. അപ്പൊ അതിനു വേണ്ടിയാണ് അവരത് ചെയ്തത്. ഇപ്പം തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ ലെബനനിലെ കുറച്ച് ഭാഗത്ത് ഹിസ്ബുള്ളയുടെ ഒരു സെലിബ്രേഷൻസ് പോലെ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് വരുന്നത്. അതായത് ഇറാൻ ഇങ്ങനെ ഫയർ ചെയ്തപ്പം ഹിസ്ബുള്ളയുടെ കുറച്ച് ആളുകൾ അവിടെ സെലിബ്രേഷൻസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് നേരിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശേഷിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൺവെൻഷനലി ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്.
പക്ഷെ മറിച്ച് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് വെച്ച് എത്ര ഡിസ്ട്രോയ് ചെയ്താലും ഇപ്പൊ 80% നമ്മൾ ഹമാസ് പറയുകയാണെങ്കിൽ ഒരു 4-5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് കാപ്പബിലിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റും. കാരണം അതാണ് ആ രീതിയാണ് ഈ ടെററിസം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണ് അത്. ഒരിക്കലും നമുക്ക് തുടച്ചു നീക്കാൻ പറ്റത്തില്ല. ആ തുടച്ചു നീക്കിയാലും എവിടുന്നെങ്കിലുമൊക്കെ അത് വീണ്ടും വീണ്ടും വരും. അപ്പം ഇറാനെ സംബന്ധിച്ചുള്ള അത് നിലനിർത്തണമെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള വലിയ ഒരു 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 ക്രെഡിബിലിറ്റി ഫാക്ടർ വരെയാണ്. അപ്പൊ അത് തിരിച്ചടിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇറാൻ ഈവൻ US-ന്റെ കാര്യത്തിൽ ശരി ഈ ആക്സിസ് ഓഫ് ഈവൽ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു ശക്തിയാണെന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിനെ നിലനിർത്തണമെങ്കിൽ ഇതുപോലെ അറ്റാക്ക് ചെയ്യണം. ഇപ്പൊ 400 മിസൈൽസ് വരെ എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ചിലർ 200 എന്ന് പറയുന്നുണ്ട്. അതുകൂടെ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പം അങ്ങനെയൊക്കെ റിപ്പോർട്ടേഴ്സ് അത് പിക്കപ്പ് ചെയ്താണ് ടെലവീവില് ഏകദേശം ഒരു ടെറർ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലേക്ക് ആരോ ഒക്കെ അവിടെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള 6-7 കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്ന് പറയുന്നു. എത്രമാത്രം അത് ടെററിസ്റ്റ് അറ്റാക്ക് ആണോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയാം. അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി, അവിടെ ഏതാണ്ട് 8ഓളം പേർ മരിച്ചു എന്നാണ് പുതിയ കണക്ക്. അതിൽ 4 ഭീകരാക്രമണമാണ് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് എനിക്കൊന്നും ചേർത്ത് വെക്കാവുന്ന ആക്രമണമാണെന്ന് തോന്നുന്നു. ഈ മിസൈൽ ആക്രമണം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ഇസ്രായേൽ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ശത്രുക്കളാണ് ചുറ്റും. ഈ മുഴുവൻ ശത്രുക്കളെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കണം എന്നുള്ളതാണ് അവർ നേരിടുന്ന വലിയ വെല്ലുവിളി. അകത്തും പുറത്തും ശത്രുക്കളാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതുവരെ അവർ കാണിച്ചത് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നോക്കൂ, ഇപ്പൊ സാധാരണ രീതിയിൽ ഇറാൻ ഫയർ ചെയ്യുമ്പം നോർത്ത് നിന്ന് ഹെസ്ബുല്ല അവരുടെ മിസൈൽസ് ഫയർ ചെയ്യും. കാരണം അവർക്ക് കാപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് ധാരാളം കാപ്പബിലിറ്റി ഉണ്ട്. സാധാരണ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതായത് ഈ അയൺ ഡോം സിസ്റ്റത്തിൽ അതിനെ മറികടക്കണമെങ്കിൽ ധാരാളം ഇപ്പൊ ഒരു 100 മിസൈലിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 മിസൈലിന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 200-300 മിസൈൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. 1-2 ചിലപ്പോൾ നുഴഞ്ഞ് അകത്ത് വരാൻ പറ്റും. ആ സാധാരണ രീതിയിൽ ഹെസ്ബുല്ല അവിടെ നിന്ന് ഒരു ഫയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അവിടെ നിന്ന് ഒരു ഫയറും വന്നിട്ടില്ല ഈ ഒരു സമയത്ത്. അതായത് ഈ ഇറാൻ ഫയർ ചെയ്ത സമയത്ത് ഹിസ്ബുല്ലയുടെ ഒരൊറ്റ മിസൈൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം അവരുടെ കാപ്പബിലിറ്റി ഇസ്രായേൽ ഇല്ലാതാക്കി എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം ഇപ്പം ഒക്ടോബർ 7-ാം തീയതി ആവുകയാണ്. ആ ഒക്ടോബർ 7-ാം തീയതി ആവുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ ആ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ആ രാഷ്ട്ര സുരക്ഷ എന്ന് പറയുന്ന രീതിയിലേക്ക് തിരിച്ച് അവരുടെ ആ ഡിറ്ററൻസ്, അതായത് ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അത് എവിടെ ആയാലും അടിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഏകദേശം ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പം അവർക്ക് ഇറാൻ ഇത് ചെയ്തേ തീരുമായിരുന്നു. ആക്ച്വലി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ പുറത്ത് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ദേ ഹാഡ് ടു ഡു സംതിങ് എന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്ക് ചെയ്തേ തീരും. അപ്പം ഇത് US-നെ സംബന്ധിച്ചുള്ള നേരത്തെ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു ഇനി ഏറ്റവും വലിയത് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇനി ഒരു റിയാക്ഷനാണ്. അപ്പൊ ആ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെയും ഇസ്രായേൽ ആ റിയാക്ഷൻ ചെയ്യുമ്പോഴും അതിനകത്തും US-നും മറ്റുള്ള ആളുകൾ എല്ലാവരെയും ഒരു കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ആയിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തു കഴിഞ്ഞാലും അത് കഴിഞ്ഞ ഇറാൻ എന്ത് ചെയ്യുന്നുള്ള ഒരു കാര്യം വലിയൊരു ഫാക്ടർ ഉണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവർക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ റിയാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ ഇറാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു ചെയ്തിട്ടാണ് അവരും ഇപ്പൊ ഇനി അടുത്ത ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. അതായത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട്, അതായത് ഇത്രയും ലെവലിൽ ചെയ്താൽ മതി എന്നുള്ളതും. അതുകൊണ്ട് തന്നെയാണ് US-നെ സംബന്ധിച്ചോളം അവർക്ക് ഇന്റലിജൻസ് കിട്ടിയതും അല്ലെങ്കിൽ അവർക്ക് കൊടുത്തത് ആവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ തന്നെയാണത്. ശ്രീ സജിമോൻ ആന്റണി, ഇവിടെ അമേരിക്കയുടെ പിന്തുണ വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം ഇറാനിൽ അമേരിക്കയുടെ സാന്നിധ്യം, അമേരിക്ക എത്രത്തോളം ജാഗ്രതയോടുകൂടിയാണ് ആ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ അനുഭവിക്കും എന്നുള്ള കാര്യം. UN-നും മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അമേരിക്ക അതിന് പ്രതിരോധമായി ചില കാര്യങ്ങൾ കൂടി ചെയ്തു വെച്ചതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇറാൻ ചെയ്തത് ഒരു ഡസനോളം ഇന്റർസെപ്റ്ററുകളാണ് അമേരിക്ക ഇറാനിലേക്ക് അയച്ചത് എന്നുള്ളതാണ്. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഒരു ഡസൺ ഇന്റർസെപ്റ്ററുകൾ തൊടുത്തതായി പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയുടെ വലിയ പിന്തുണ ഇസ്രായേലിന് ലഭിക്കുന്നത് ചെറിയ സഹായമല്ല. അത് പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ അറിയിച്ചിരിക്കുന്നത് ഇറാൻ അനുഭവിക്കേണ്ടി വരും. ഇറാൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രത്യാഘാതം അനുഭവിക്കണം. അപ്പോൾ ഇറാന്റെ പിന്തുണയോടുകൂടി വരും മണിക്കൂറുകളിൽ ഇറാനിലേക്കുള്ള അറ്റാക്കിന് തന്നെയാകും സ്വാഭാവികമായും ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. സജിമോൻ ആന്റണി, തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു സമയത്തിൽ എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത്. ഒന്ന്,
ഇറാന്റെ റെസ്പോൺസ് കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ മറുപടി കൊടുത്തിരിക്കും എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെന്റൻസ് പറഞ്ഞ് അഗ്രഷൻ കാണിച്ചു. അതിനുശേഷം അവർ 200-300 ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടു. അതിനുശേഷം ഇപ്പം അവരുടെ ഇറാനിയൻ വക്താവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ തീർത്തു, അല്ല നിർത്തുകയാണ് എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വലുതിനി വരാനിരിക്കുന്നു എന്നുള്ള ഒരു ടോണാണ് എടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെ നിന്നുള്ള ഒരു ആന്റിസിപ്പേഷനാണ്. പലരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡൗട്ട് അടിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ ഇസ്രായേൽ ഈ ഒരു സമയത്ത് തകർക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ മറ്റ് രാജ്യങ്ങളും അയൽപക്കത്ത് ആ ഏരിയയിലുള്ള എല്ലാവരും ഭയക്കുന്ന ഇറാന്റെ ന്യൂക്ലിയർ പവറാണ്. അമേരിക്കയിലെ ഈ ഇലക്ഷന്റെ ഡിബേറ്റിനകത്തും ഇറാന്റെ ന്യൂക്ലിയർ പവറിനെ പറ്റിയുള്ള ഡിബേറ്റ് കഴിഞ്ഞ ഒരു 2-3 സീസണിൽ മീൻസ് 2-3 പൊളിറ്റിക്കൽ ഇലക്ഷനിലെ ഒരു ഹോട്ട് ടോപ്പിക് ആയിരുന്നു. രണ്ട് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു, നിങ്ങളുടെ കാലത്താണ് അവർക്ക് കേപ്പബിലിറ്റി കൂടിയത് അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം മേ ബി ഇസ്രായേൽ ഈസ് ടാർഗറ്റിംഗ് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ തകർക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇത് പറഞ്ഞ മുമ്പേ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെയ്ത പണക്ക് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മിലിറ്ററി സെന്റേഴ്സ് മേ ബി അവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ നിന്ന് കാണുന്നത്. അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ടോൺ കണ്ടു കഴിയുമ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ വേറൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇപ്പൊ ഇതാണ്. ഈ സാധാരണഗതിയിൽ മേ ബി ഐ തിങ്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വരുമ്പോൾ ചില സമയത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഹിന്റ് കൊടുക്കാറുണ്ട്. ഈ ഒരു ഇറാന്റെ അറ്റാക്കില് 200 അല്ലെങ്കിൽ 300ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ പോയിട്ടും അമേരിക്കയെ പോലും ഒരു സൂചനയും അവര് കൊടുത്തില്ല. എന്നാൽ അതിന് മിനിറ്റുകൾക്ക് മുമ്പേ അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇത് വരാൻ പോവുകയാണ് എന്ന് അവർ കണ്ടുപിടിക്കുകയും അതോടൊപ്പം ആ ഒരു ഇൻഫർമേഷൻ ഇസ്രായേൽ ഷെയർ ചെയ്യുകയും ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ പ്രിപ്പയർഡുമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു ആളവായ ഉണ്ടാകാതിരുന്നത്. രണ്ടാമത്തേത് 2023 ഒക്ടോബർ 7-ാം തീയതി ആ ഹമാസ് അന്ന് ആ ഒരു സഡൻ സ്ട്രൈക്ക് നടത്തിയപ്പം ഏകദേശം 1000-കണക്കിന് മിസൈലുകളാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസിയുടെ കാൽക്കുലേറ്ററും അത് എന്തുമാത്രം ഇഫക്റ്റീവ് ആണെന്നുള്ളതൊക്കെ വളരെയധികം ചർച്ചയിലാകുകയും അന്നേരത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം 90 അല്ലെങ്കിൽ 95% എഫിഷ്യൻസി, വിച്ച് മീൻസ് 100 മിസൈൽ വന്നാൽ 95 അത് പിടിച്ചെടുക്കും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ആക്കും, 5 എണ്ണം താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഈ ടെക്നോളജി അവർ ഒന്നും കൂടെ റീവാം ചെയ്യുകയും അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെയും മറികടക്കാനുള്ള കാര്യങ്ങൾ ഇസ്രായേലും അമേരിക്കയും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടെയാണ് എനിക്ക് ഇവിടുന്ന് തോന്നുന്നത്. കാരണം ഇത്രയും ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നിട്ടും വലിയ കാര്യമായിട്ടുള്ള ആലപായമൊന്നും ഇല്ലാതെ ഏതോ ഒരു എയർപോർട്ടിലേക്ക് മാത്രമേ ഒന്ന് വീണിട്ടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇറാന് മിസൈൽ വിടാൻ അറിയാമല്ല, അല്ലെങ്കിൽ അവർ they are just firing, randomly വെറുതെ പടക്കം പൊട്ടിക്കുന്നു അല്ലെങ്കിൽ പൊട്ടിച്ച് വിടുകയാണ് എന്നുള്ളതാണ് ഇവിടുന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ടോണ് ഇപ്പൊ ഇവിടെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ വൈസ് പ്രസിഡന്റ് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തു. JD വാൻസ് പറഞ്ഞത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ ഒരു ഭരണകൂടം കമലാ ഹാരിസ് അല്ലെങ്കിൽ ജോ ബൈഡന്റെ ഭരണകൂടം പരാജയപ്പെട്ടു, അതുകൊണ്ടാണ് ഇറാൻ ഇങ്ങോട്ട് അടിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അതേപോലെ തന്നെ മറുപക്ഷത്തിന് മറുപടി പറഞ്ഞത് പരാജയപ്പെട്ടിട്ടില്ല, ഞങ്ങൾ മുഴുവൻ തകർത്തെടുത്തു, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള ഒരു വ്യാഖ്യാനം വരുന്നത്. ഇവിടെ അത് അങ്ങനെയുണ്ടല്ലേ. അമേരിക്കയിലെ ഇലക്ഷനാണ്, നമുക്കറിയാം, ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ ഇത്തരം ചില പ്രത്യാരോപണങ്ങൾ ഇരു പക്ഷവും തമ്മിൽ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി പ്രധാനമാണ്. ശ്രീ ഡിന്നി, ഇവിടെ നമ്മൾ കാണേണ്ടത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മേന്മ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇത്രയധികം മിസൈലുകൾ ഇപ്പോൾ ഇസ്രായേലിലൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു, ഒരു മുന്നറിയിപ്പുണ്ട്, ഇസ്രായേലിൻ്റെ മിസൈലുകൾ വരുന്നു എന്ന് പറഞ്ഞ് അറ്റാക്ക് ഉണ്ടാകും, ബങ്കറുകളിലേക്ക് മറ്റും മാറണം. അങ്ങനെ എപ്പോഴും ബങ്കറുകളിലും എപ്പോഴും ഇത്തരം സ്ഥലങ്ങളിലുമൊക്കെ ഏത് നിമിഷവും മാറാൻ തയ്യാറെടുത്ത് ജീവിക്കുന്ന ഒരു ജനത കൂടിയാണ്. അവരുടെ സഹനശക്തി കൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ചുറ്റും ശത്രുക്കളാണ്. ഈ ചുറ്റുമുള്ള ശത്രുക്കളെ പ്രതിരോധിക്കുക എന്നുള്ളതിന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തി കാത്തിരിക്കുന്ന ഒരു രാജ്യം. ചെറിയ രാജ്യമാണ് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ ഇറാനെ പോലെ ഈ പറഞ്ഞ പോലെ ലെബനനെ പോലെ ചുറ്റുപാടുമുള്ള ശത്രുക്കളെ നേരിടുക എന്നുള്ളതിനെ ഏത് രീതിയിൽ അവർ
കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇപ്പോൾ അമേരിക്കൻ പിന്തുണ കൂടി അതിനോട് ചേർത്ത് വെക്കണമെങ്കിൽ പോലും ആ രാജ്യം സഫർ ചെയ്യുന്ന ആ രാജ്യവുമായി ബന്ധപ്പെട്ട അവരുടെ സുരക്ഷിതത്വം അവർ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നില്ല ലോകത്ത് വേറെ ഒരു രാജ്യത്തും അവരുടെ സുരക്ഷയെ സംബന്ധിച്ചോളം ഇത്ര ഏറെ ചാലഞ്ചസ് ഉള്ള വേറെ ഏതൊരു രാജ്യമോ അല്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യം നോക്കിയാലും ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള രാജ്യം ഇസ്രായേൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അവര് ഇത് ഇപ്പം തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജനതയുടെയും അവിടുത്തെ ആ ആളുകളുടെ ഒരു റിസൈലൻസ് എന്ന് പറയും, അതിന് അവരെ എങ്ങനെയാണ് അത് മറികടക്കുന്നത്. അപ്പൊ അതെനിക്കും നമ്മളെ ആളുകളും പോലും അവിടെ പോയി കഴിഞ്ഞാൽ അവരിലെ ആ രീതിയിലേക്ക് മാറി അവരും അതിനെ ആ ഒരു, അതായത് ബോംബ് ഷെൽട്ടേഴ്സിൽ പോവുക അല്ലെങ്കിൽ ഇത്ര ദിവസം ബോംബ് ഷെൽട്ടേഴ്സിൽ നിൽക്കുക, ഇതൊക്കെ ഒരു വേ ഓഫ് ലൈഫായി മാറുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഇവിടെ ഇതൊന്നും കാണാത്തവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറം ഒരു രീതിയാണ്. അതായത് എങ്ങനെയാണ് ഏത് നിമിഷവും നിങ്ങളുടെ പുറത്തൊരു ബോംബ് വീഴാം, ആ ഭീതിയിലൂടെ ഒരു ഫുൾ ജനതയ്ക്ക് എങ്ങനെയാണ് എപ്പോഴും ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സത്യം പറഞ്ഞ ഒരു അതിശയിക്കുന്ന മാത്രമല്ല വളരെ നമുക്കൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറം തന്നെയാണ് അതിനകത്ത്, യാതൊരു സംശയമില്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു വശം എന്ന് വെച്ചാൽ ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഈ ഒരു സെക്യൂരിറ്റിയെ അവർ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ഈ അവർക്ക് വരുന്ന ത്രെറ്റിനെ കുറിച്ച് നേരത്തെ അറിവ് നേടുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അതാണ് ഒക്ടോബർ 7 കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പാളിച്ച പറ്റിയത് അതാണ്. അത് അവരുടെ ഇന്റലിജൻസ് ഫെയിലിയർ. ഇവിടെയും ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇപ്പൊ ഹമാസ് ആയാലും ഹിസ്ബുല്ല ആയാലും ശരി, അല്ലെങ്കിൽ ഹുത്തീസ് ആയാലും ഈവൻ ഇറാൻ ആയാലും ശരി, ഇറാന്റെ ഉള്ളിലായാലും ശരി, അവർക്ക് ഈ ഇന്റലിജൻസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കൂ. ഇപ്പം ഹമാസിന്റെ അറ്റാക്സ് ആയാലും ശരി, ഹിസ്ബുല്ലയുടെ ടാർഗറ്റ് ചെയ്ത അവരുടെ ലീഡർ നസറുല്ല ആയാലും ശരി, ഇറാന്റെ ഉള്ളിൽ ഇസ്മായിൽ ഹാനിയ പോലുള്ള ഒരു ഹമാസിന്റെ നേതാവിനെ ടാർഗറ്റ് ചെയ്ത് അവരെ വധിക്കാൻ പറ്റുമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവരുടെ ഇന്റലിജൻസ് ഇപ്പം റിയലി അവർ വലിയൊരു ഹൈ ലെവൽ ഓഫ് ഒരു എഫിഷ്യൻസിയിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ അങ്ങനെ അവരെ ബാലിസ്റ്റിക് മിസൈൽ ഫയറിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഇന്റലിജൻസ് അവർക്കും നേരത്തെ കിട്ടി. അതായത് US-ന്റെ ഇൻഫർമേഷൻ വന്നു. പക്ഷെ ഐ എം വെരി ഷുവർ ദാറ്റ് ഇസ്രായേൽ അവരുടെ ഇന്റലിജൻസ് സോഴ്സസിലൂടെ അത് വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, അത്രയും റിയാക്ഷൻ ടൈം കിട്ടും. അത്രയും അവരുടെ റിയാക്ഷൻ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജനതയ്ക്ക് അത്രമാത്രം സുരക്ഷ കിട്ടും. രണ്ടാമത്തെയാണ് ഈ അയൺ ഡോം സിസ്റ്റം. അതായത് ഒരിക്കൽ മിസൈൽ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് അവർക്ക് അതിനെ പല ഒരു മൾട്ടി ടയർഡ് എന്ന് പറയും. അതായത് ഏറ്റവും അവരുടെ ഈ മിസൈൽ ഫയർ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ദൂരം വെച്ച് തന്നെ അതിനെ ടാർഗറ്റ് ചെയ്യുക, പിന്നെ ഈ ഇസ്രായേലിന്റെ എയർ സ്പേസിന്റെ മുകളിൽ ടാർഗറ്റ് ചെയ്യുക, പിന്നെ ക്ലോസ് ആയിട്ടുള്ള ചില വൈറ്റൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും അടുത്തും അവർക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു മിസൈൽ സിസ്റ്റത്തിനെ അവരെല്ലാം ഓൾമോസ്റ്റ് 99.99% മിസൈൽസ് അവർ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ഒരു ഫാക്ടർ തന്നെയാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് ഈ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ അലയൻസ്. അതിനകത്ത് ഏറ്റവും അതിശയിപ്പിക്കുന്ന എന്നുള്ള കാര്യം ശ്രീ രഞ്ജിത്ത്, അതായത് US ഒക്കെ എപ്പോഴും ഇസ്രായേലിന്റെ കൂടെ ഉണ്ട്. അവരുടെ ഇപ്പം വാർഷിപ്സ് ആയാലും ശരി, മറ്റു കാര്യങ്ങളൊക്കെ ആയാലും ശരി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു ജോർഡൻ ഉൾപ്പെടെയുള്ള കൺട്രീസ് പോലും ഈ ഇറാന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ വന്നപ്പം ഇസ്രായേലിന്റെ കൂടാണ് നിന്ന് എന്നുള്ള വലിയൊരു കാര്യമാണ്. അതായത് ആ സമയത്ത് അവർ എയർ സ്പേസും മറ്റൊക്കെ നാച്ചുറലി അതൊക്കെ അവർ ആ സമയത്ത് എയർ സ്പേസ് ഒന്നും യൂസ് ചെയ്തില്ല. പക്ഷെ എന്നാലും അവരുടെ ആ എയർ സ്പേസിലൂടെ ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേൽ അതിനെ ന്യൂട്രലൈസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇറാനെ സംബന്ധിച്ചുള്ള ഇറാൻ ആ ഏരിയയിൽ ഒരു ഐസൊലേഷൻ ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം സൗദി അറേബ്യ ആയാലും ശരി, മറ്റ് മിഡിൽ ഈസ്റ്റ് പവേഴ്സ് ആയാലും ശരി, അവർ ആരും ഇറാനിന് അങ്ങനത്തെ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ വളരെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. കാരണം ഈജിപ്റ്റ് ആയാലും ശരി, ജോർഡൻ ആയാലും ശരി, സൗദി അറേബ്യ ആയാലും ശരി, UAE ഇവരാരും പണ്ട് എങ്ങനെയായിരുന്നു ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് നിന്നിരുന്നത് അങ്ങനത്തെ ഒരു നിലപാട് എടുത്തിട്ടില്ല. അതെനിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. അതായത് ഇസ്രായേലിന്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചോളം ഈ രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൺസേൺസ് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് കൊണ്ട് എന്താ പറയുക ത്രെറ്റാണ് ആ ഏരിയയിൽ എന്നുള്ളത് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കും. അതവിടാണ് നമ്മുടെ ഈ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെത്താന്യാഹു
അദ്ദേഹം UN എന്താ പറഞ്ഞ ആക്സസ് ഓഫ് പീസോ അല്ലെങ്കിൽ ആ ഒരു കൺട്രീസിനെ കാണിച്ചു, അതായത് ഏഷ്യയിൽ നിന്ന് ഇന്ത്യയും സൗദി അറേബ്യയും ഇവിടുന്ന് ഇസ്രയേലും അങ്ങനെ ഒരു കോറിഡോർ ഓഫ് പീസും ഒരു ആക്സസ് ഓഫ് ഈവിൾ എന്നുള്ള രീതിയിൽ ഇറാൻ, ഇറാഖ്, ആ ഒരു സിറിയ ചില കൺട്രീസിന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവരുടെ ആ ജനതയുടെ സുരക്ഷ എന്ന് പറയുന്നത്. അതായത് ഇന്റലിജൻസ് വേണം, കാപ്പബിലിറ്റി വേണം, അതുപോലെ തന്നെ ഈ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു അലയൻസും ഇസ്രായേലിന് ഇപ്പം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് തീർച്ചയായും നയതന്ത്ര വിജയമായി ഇസ്രായേൽ നയതന്ത്ര വിജയമായത് വിലയിരുത്തേണ്ടി വരും. അത് തന്നെയാണ് പ്രധാനം. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന തന്നെ ഇപ്പോൾ അല്പസമയത്ത് വന്നതാണ്. ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തു രാത്രിയിൽ, അതിനുള്ള മറുപടി കൊടുക്കും, സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിൽ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന ചോദ്യമാണ്. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അനന്തരഫലങ്ങൾ ഉടൻ അനുഭവിക്കുമെന്ന് അമേരിക്കയും വളരെ വ്യക്തമായി തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. ശ്രീ സജിമോൻ ആന്റണി, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ അവസാനമായി പറഞ്ഞത്, താങ്കൾ അവസാനം സംഭാഷണ പറഞ്ഞത് അമേരിക്കയിലും ഇതുണ്ടാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. കാരണം ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ നൽകാൻ സാധിച്ചോ, ഇറാൻ ഇത്ര വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് മനസ്സിലായോ എന്ന കാര്യത്തിൽ അവിടെ തർക്കം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും ഏത് ഭരണകൂടം മാറി വന്നാലും ഈ ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ മാറില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇസ്രായേൽ അത്രത്തോളം അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഈ ശ്രീ കേണൽ ഡിന്നി പറഞ്ഞതുപോലെ സമീപകാലത്തായി ഇസ്രായേലിന്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇസ്രായേലിലേക്ക് കയറിയുണ്ടായ ആക്രമണം, ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷമാണല്ലോ ഈ സംഗതികൾ ഇത്രയധികം വഷളായത്. അതിനുശേഷം ലോകരാജ്യങ്ങൾ പോലും, ഈവൻ അറബ് രാജ്യങ്ങൾ പോലും ഇസ്രായേലിന് ഒരു പരിധിക്കപ്പുറം അവരെ വിമർശിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും രഞ്ജിത്തെ, ഒരു ചെറിയൊരു കറക്ഷനോട് കൂടി പറയാണ് ഞാൻ. അതായത് ഇവിടെയുള്ള ഇന്റലിജൻസ് നമുക്ക് കിട്ടിയോ എന്നുള്ളതല്ല ഇവിടെയുള്ള ഒരു പാർട്ടിയുടെ തർക്കം. അതായത് ഈ ഒരു ഇറാൻ ഇസ്രായേൽ ഫൈറ്റിനകത്ത് ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുന്നു, വിജയിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ വിജയിക്കുന്നു എന്നുള്ളതായിരുന്നു അവർ തമ്മിലൊരു തർക്കം. ഒന്ന്. രണ്ടാമത്തേത് മേജർ ഡിന്നി പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെയുള്ള ജോർദാന് അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ ഇറാഖ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങള് കുറെ വർഷങ്ങളായിട്ട് എപ്പോഴും ഇസ്രായേലിനോടൊപ്പമാണ്. അതിൻ്റെ ഒരു റീസൺ എനിക്ക് ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ തോന്നുന്നത്, സുന്നികളും ഷിയയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ ആ ഫൈറ്റിനകത്ത് ഇറാൻ ഒരു ഷിയ ഓറിയന്റഡ് രാജ്യമാണ്. അപ്പം ഷിയ ഓറിയന്റഡ് ചില കൺട്രികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നാൽ സുന്നി ഓറിയന്റഡ് മറ്റ് ചില രാജ്യങ്ങൾ അത് തൊട്ടടുത്ത് കിടക്കുന്നതാണെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു പ്രതിഭാസം ഒന്ന്. രണ്ടാമത്തേത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ആ മേഖലയിൽ, പ്രത്യേകിച്ചും ജോർദൻ അല്ലെ ഈജിപ്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടെയുള്ള റിലീഫ് വർക്കുകളാണെങ്കിലും പലപ്പോഴും പിന്നെ പറഞ്ഞ പോണക്ക് ഈ ചില സമയത്തൊക്കെ ജോർദാന്റെ ആ ഒരു എയർപോർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേവൽ ബേസ്, എയർ ബേസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സഖ്യകക്ഷിയായ അമേരിക്ക പലപ്പോഴും അല്ലെങ്കിൽ ഇസ്രായേൽ മറുപക്ഷത്തിനുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ആ ഒരു കെട്ടുറപ്പ്, പിന്നെയുള്ള ഈ ടെക്നോളജിക്കൽ വാറിനകത്ത് ഇസ്രായേലിനെ വെല്ലാനായിട്ട് ഇന്ന് ഈ ഭൂമുഖത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇസ്രായേലും അമേരിക്കയും ഇവിടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡെഡ്ലി കോമ്പിനേഷൻ. അപ്പൊ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ഈ സാധാരണ കൺവെൻഷണൽ രീതിയിലുള്ള ഒരു അപ്രോച്ചുമായിട്ട് ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസോ അങ്ങനെയുള്ളവർക്ക് തുടങ്ങിയ പരിധിക്കുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെ ഹമാസിനെ ഇല്ലാതാക്കിയോ അതിലും വളരെ അഗ്രസീവായിട്ടാണ് ഇപ്പൊ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇസ്രായേൽ ഹിസ്ബുള്ളിനെ അടിച്ചമർത്തുന്നത്. അതായത് ഹിസ്ബുള്ളിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു വഴിയും അവർ വിട്ടുകൊടുക്കണില്ല. എല്ലാ അർത്ഥത്തിലും, എല്ലാ രൂപത്തിലും, എല്ലാ ഭാവത്തിലും അവർ ആക്രമിച്ച് നിഷ്പ്രഭമാക്കി കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ സംഘർഷങ്ങളിലേക്ക് ഈ മേഖല കടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അടിക്ക് തിരിച്ചടി എന്നുള്ളത് ഇസ്രായേലിൻ്റെ രീതിയാണ്. അതിപ്പോൾ നമ്മൾ ഹമാസുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്, ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. അവരുടെ രീതി എന്ന് വെച്ചാൽ അവരുടെ മൊസാദ് പോലെയുള്ള ഈ സംവിധാനങ്ങൾ, ചാര സംവിധാനങ്ങളൊക്കെ ഏത് രാജ്യത്തും ഏത് സമയത്തും ഏത് നിമിഷവും കയറി അറ്റാക്ക് ചെയ്യാൻ, എത്ര വലിയ ഉന്നതരായാലും അവരുടെ അന്തഃപുരത്തിൽ പോലും കയറി അറ്റാക്ക് ചെയ്യാൻ സംവിധാനമുള്ള, അത്രത്തോളം സ്പെഷ്യലൈസേഷനുള്ള, അത്രത്തോളം എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സംവിധാനമാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം. കേണൽ ഡെന്നി, മൊസാദിൻ്റെ നീക്കം ഇനിയും ശ്രദ്ധേയമായിരിക്കും. കാരണം ഇറാനിലൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് മൊസാദ് പ്രവർത്തിച്ചത് എന്ന്, മൊസാദ് ഏത് തരത്തിലാണ് ഇറാനെ ഞെട്ടിപ്പിച്ചത് എന്ന്. ആ തരത്തിൽ മൊസാദ് ആസ്ഥാനത്തേക്കൊക്കെ ലക്ഷ്യം വെച്ചാണ് മിസൈൽ ആക്രമണം എന്നൊക്കെയുള്ള വ്യാഖ്യാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുമുള്ള മൊസാദിൻ്റെ നീക്കമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഇറാൻ ഉണ്ടാക്കുമെന്നുള്ളത്.
ശരിയാണ് ശ്രീ രഞ്ജിത്ത്. അതിനകത്ത് നമ്മൾ ഇനി കാണേണ്ടത് അതുപോലെ തന്നെ എന്റെ ഒരു ജസ്റ്റ് ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇസ്രായേലിൽ അവരെന്തോ വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളൊരു ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു അനാലിസിസിന്റെ അല്ലെങ്കിൽ ചില ഹിന്റ്സ് അവർ തരുന്നുണ്ട്. അതിനകത്ത് എന്താന്ന് വെച്ചാൽ ഈ വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ ഇറാന്റെ ഉള്ളിൽ ഈ ഇപ്പോഴത്തെ ഇവരുടെ ആയത്തുള്ള ഖമനി അഗെയിൻസ്റ്റ് ആയിട്ട് വലിയൊരു പ്രതിഷേധം ഉണ്ട്. അത് അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും പുറം രാജ്യങ്ങളിലൊക്കെ അത് വന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു വലിയൊരു, അതായത് ഇറാൻ പണ്ട് എങ്ങനായിരുന്നു 1979 മുൻപ് എങ്ങനായിരുന്നു അങ്ങനെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകളുണ്ട്. അപ്പൊ ഈ ഹാർഡ് ലൈൻ ആയിട്ടുള്ള ഈ ഖമേനി ഫാക്ടേഴ്സിന്റെ അവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രതിഷേധം പലപ്പോഴും നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹുയുടെ പല സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഞങ്ങള് ഇറാനെ തന്നെ മോചിപ്പിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പേജർ ബോംബ് ആയാലും ശരി, ഹസറുല്ലെ ന്യൂട്രലൈസ് ചെയ്യുന്ന ആയാലും ശരി, ഇതൊന്നും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഒരു ഇറാന്റെ ഉള്ളിൽ ഒരു പവർ ചേഞ്ച് നടത്താനുള്ള ഒരു ശ്രമം ഇസ്രായേൽ മൊസാദും അവരും ബാക്ക്ഡ് ബൈ US, ഡെഫിനറ്റ്ലി USന്റെ ഒരു പ്ലാനുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഇതിന്റെ ഈ ഒരു അറ്റാക്കിന്റെ പീരീഡിൽ, അതായത് ഇറാനിന് തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്നു, ലോകത്തായിട്ട് ഐസൊലേഷൻ ആയിട്ട് ഇരിക്കുന്നതാണ്, അവരുടെ എക്കോണമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ധാരാളം സാങ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ജനത വിഭാഗം അകത്തുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഒരു പവർ ചേഞ്ച് നടത്താനുള്ള ശ്രമം കൂടെ നടന്നാലും പോലും നമ്മൾ അതിശയിക്കേണ്ടെന്ന് മാത്രമേ എനിക്കിപ്പം പറയാൻ സാധിക്കൂ. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. ഇന്നലെ രാത്രിയിലാണ് വലിയ അറ്റാക്ക് നടന്നത് എന്നുള്ളതാണ്. വലിയ മിസൈൽ ആക്രമണം ഉണ്ടായി. ആ ദൃശ്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഭീതിദായകമായ ദൃശ്യങ്ങളായിരുന്നു. ആ ദൃശ്യങ്ങൾ ഇരുന്നൂറോളം മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പാഞ്ഞെത്തിയത്. Oh my God! Oh my gosh! تبضعوا after various targets and മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ മുതൽ തന്നെ മുന്നറിയിപ്പ് ഉണ്ടാകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. നേരത്തെ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, തുടർന്ന് പലരും ടണലുകളിലേക്കും മറ്റു മാറുകയായിരുന്നു. ബങ്കറുകൾ ധാരാളമായുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ എപ്പോഴും ഒരാക്രമണ ഭീതി എപ്പോഴുമുള്ള ഒരു പ്രദേശമാണ്. ചുറ്റും ശത്രുക്കളാണ്, അകത്തും പുറത്തും ശത്രുക്കളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുകൂടി മനസ്സിലാക്കണം. ഇതിൻ്റെ ഭാഗമായി ഇന്നലെയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവർ ബങ്കറുകളിലേക്ക് മാറി. കാര്യമായ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല എന്നാണ് പുറം ലോകത്തോട് ഇസ്രായേൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അമേരിക്കയും അതുതന്നെ പറഞ്ഞിരിക്കുന്നു. വളരെ ശക്തമായ പ്രതിരോധം തീർത്തു എന്നുള്ളതുകൂടി അമേരിക്ക വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ശ്രീ സജിബുൻ ആന്റണി, ഇനി അറിയേണ്ടത് നമ്മുടെ ഇസ്രായേൽ ഇതിനുള്ള തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്.
വളരെ വ്യക്തമായി തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാനോട് തിരിച്ചടിക്കും. അതിൽ അമേരിക്കൻ പിന്തുണ എത്രത്തോളം ഉണ്ടാകും? ഇസ്രായേലിനെ പൂർണ്ണമായും ഇറാനെ പൂർണ്ണമായും ആക്രമിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അതിന് പൂർണ്ണ പിന്തുണ നൽകാൻ US തയ്യാറാകും എന്ന് തന്നെ കരുതണോ? രഞ്ജിത്ത്, ഇപ്പോഴത്തെ ഈ കാണുന്ന പ്രതിഭാസത്തിന് ഒരു പൊളിറ്റിക്കൽ റീസൺ കൂടി ഉണ്ട്. ആ ഒരു പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുന്നത് അമേരിക്കയിലും ആവശ്യമാണ്, അതേസമയം ഇസ്രായേലിലും ആവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേലില് ഈ 2 വർഷം മുമ്പ് വലിയൊരു ചലഞ്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരെ ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പിടിച്ചു നിന്നത് വളരെയധികം എക്സ്ട്രീമിസ്റ്റ് ആയ വലതുപക്ഷ പാർട്ടിയുടെ പിന്തുണയോടൊപ്പമാണ്. അപ്പൊ അവരെ എപ്പോഴും ഈ ഇറാനെയും അല്ലെങ്കിൽ ഹിസ്ബുള്ളയെയും ഇവരെയൊക്കെ എപ്പോഴും അടിക്കണം എന്ന് പറഞ്ഞ ഒരു ചിന്താഗതിയുള്ള ഇതാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഇസ്രായേലിന്റെ മുന്നിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തു വില കൊടുത്താണെങ്കിലും ഈ യുദ്ധം ജയിച്ചേ പറ്റത്തുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് വില കൊടുത്തും ഹമാസിനെയും ഹിസ്ബുള്ളയെയും തുടച്ചു നീക്കിയേ പറ്റത്തുള്ളൂ. എന്തു വില കൊടുത്തും ഇറാനെ പ്രതിരോധിച്ച് അവരെ വളരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു നാണം കെടുത്ത് വിട്ടാലോ ബെഞ്ചമിൻ നെതന്യാഹുവിന് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പോണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഈ US ഇലക്ഷന് ഒരു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും കൂടി ഉണ്ട്. ഇപ്പം ആ ഒരു മേഖലകളിലുള്ള ഈ ഒരു യുദ്ധവും അത് അൺകൺട്രോൾ ഇല്ലാതെ ഓരോ ദിവസവും ഓരോ ദിശയിലേക്ക് പോകുന്നതിനെയും റിപ്പബ്ലിക്കൻ പാർട്ടി വളരെയധികം ആർജവത്തോടുകൂടി അതിനെ മുതലെടുക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഫോറിൻ പോളിസി ഇപ്പോഴത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ പരാജയപ്പെട്ടതിന്റെ പ്രതിഫലനമാണ് ഇറാൻ പോലും ബാലിസ്റ്റിക് മിസൈല് ഇസ്രായേലിലേക്ക് വിടാൻ ധൈര്യപ്പെട്ടത് എന്നുള്ള ഒരു ആംഗിളിലാണ് അവർ പിടിക്കുന്നത്. എന്നാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് അത് തിരിച്ച് ലോകത്തെ കാണിക്കേണ്ട ഒരു പ്രതിബദ്ധതയും ഒരു പ്രതിജ്ഞയും ഉണ്ട്. ഇവരെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഇസ്രായേലിനെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അതോടൊപ്പം ഗാസയിലും അല്ലെ ലെബനനിലും സാധാരണക്കാരായ 40,000-ലധികം ആൾക്കാർ മരിച്ചു, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും മരിച്ചു. അപ്പൊ അതിന്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതിൽ ഒരു വിമുഖതയും ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. കാരണം ഒക്ടോബർ 7 ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതിന്റെ ഒരു പ്രതികാരം അല്ലെങ്കിൽ അതിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള ഒരു ലൈനിലാണ് അവർ പോകുന്നത്. അപ്പൊ ഏതൊക്കെ ആംഗിളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇറാനോ ഹിസ്ബുള്ളയ്ക്കോ ഹമാസിനോ ഒരു ഗുഡ് ന്യൂസ് കിട്ടാനുള്ള ഒരു വഴി മുന്നേക്ക് കാണുന്നില്ല. കാരണം US പൊളിറ്റിക്സിനകത്ത് അത് ഏത് ആംഗിളിൽ വന്നാലും അവരുടെ ഒരു ആവശ്യവും കൂടിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമേരിക്കയുടെ ആവശ്യമാണ് ഇസ്രായേൽ വിജയിക്കേണ്ടതും ഇറാൻ തോൽക്കുന്നതും ഹിസ്ബുള്ളയും ഹമാസിനെയും തുടച്ചു നീക്കേണ്ടതും. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആവശ്യവും ഇത് തന്നെയാണ്, ഇവരെ തുടച്ചു നീക്കണം. മൂന്നാമത് വേറൊരു സപ്പോർട്ട് ഉള്ളത് മുമ്പേ പറഞ്ഞ പോണക്ക് തന്നെയൊക്കെയാണ്, ദിന്നെയും നമ്മളെല്ലാവരും പറഞ്ഞ പോണക്ക് തന്നെ ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളായ ജോർദാനും ഈജിപ്തും സൗദിയും ഒക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇറാന്റെ നാശവും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നാശമാണ്. അതിന് വേറൊരു ആംഗിൾ കൂടെ ഉണ്ട് എന്ന് മാത്രം. കാരണം അത് സുന്നി ഷിയ ആ ഒരു ആംഗിളും കൂടെ മേ ബി അതിന് കണ്ടേക്കാം എന്ന് മാത്രമാണ്. അപ്പൊ ഏതൊക്കെ ആംഗിൾ നമ്മൾ ഇതിനെ വിശകലനം ചെയ്താലും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ ഇറാൻ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മൾ യുദ്ധഭൂമിയിൽ നിന്നും വീണ്ടും നമ്മുടെ ഗാന്ധി ജയന്തിയിലേക്ക് വരികയാണ്, പീസിലേക്ക് വരികയാണ്, സമാധാനത്തിലേക്ക് വരികയാണ്. ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പണ്ട് മുതൽ നമ്മൾ സ്കൂളുകളിലൊക്കെ ശുചീകരണ യജ്ഞങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ ആചരിക്കുകയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചിട്ട് 10 വർഷം തികയുന്ന ഇന്ന് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വാർഷികാഘോഷ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി 9,600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ഇന്ന് രാവിലെ രാജ്ഘട്ടിൽ ഗാന്ധി സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി.
രഞ്ജിത്ത്, ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ വ്യക്തി ശുചിത്വം അതിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയും. അദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് പോലും സ്വന്തമായി ക്ലീൻ ചെയ്യുന്ന ആളായിരുന്നു. കസ്തൂർബ ഗാന്ധിയെ പോലും കൊണ്ടും ചെയ്യിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വലിയ പ്രചോദനമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ആ വ്യക്തി ശുചിത്വം പിന്നീട് സമൂഹത്തിന്റെ ശുചിത്വമായി മാറേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം മാലിന്യ സംസ്കരണ അവബോധത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് പറയുന്നത്. മാലിന്യം വലിച്ചെറിയുന്നത് കുറഞ്ഞതെന്ന് UV ജോസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 2023 മാർച്ചിൽ സംഭവിച്ച ബ്രഹ്മപുരത്തെ ഒരു തീയ് അതിനുശേഷം ഈ ഒരു രംഗത്ത് കേരളത്തെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ വലിയ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അവയർനെസ് ക്രിയേഷൻ, ഇത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് എന്ന രീതിയിലൊക്കെ വളരെ നാളായിട്ട് നമ്മൾ പ്രചരണങ്ങൾ നടത്തുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രഹ്മപുരം ഫയറിന് ശേഷം വളരെ കൃത്യമായ രീതിയിൽ ഇപ്പം നമ്മൾ വലിച്ചെറിയരുത് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം നമുക്കുണ്ടാവണം. അതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മാലിന്യത്തിന്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് കൂടി എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ കഴിയുന്നത്ര ഈ മാലിന്യം കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. പക്ഷേ ഇന്നത്തെ ഒരു അർബനൈസേഷൻ്റെയും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെയും ഭാഗമായിട്ട് വേസ്റ്റ് ഗ്ലോബലി അർബനൈസേഷനോടൊപ്പം തന്നെ വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് അജൈവ മാലിന്യത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുന്നുണ്ട്. ഇപ്പോൾ ജൈവ മാലിന്യം ഒരു ഏർബൻ ഏരിയയിൽ പ്രശ്നമാണ്, റൂറൽ ഏരിയയിൽ അത്രയും പ്രോബ്ലം ഇല്ല. കാരണം നമുക്ക് അത്രയും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് അജൈവ മാലിന്യം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് റിയലി ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിയ ഒരു പ്രതീക്ഷയോടെ തുടങ്ങുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടി ജനകീയമായിട്ടുള്ളൊരു മുഖം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ക്യാമ്പയിനായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 വരെയാണ് ഇതിൻ്റെ കാലയളവ്. സാധാരണ ക്യാമ്പയിൻ പോലെ ഇപ്പോൾ ഒരു അവയർനെസ് ക്രിയേഷൻ മാത്രമല്ല ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വളരെ വ്യക്തമായ ടാർഗറ്റോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പയിൻ. അപ്പോൾ അത് വളരെ കൃത്യമാണ്. ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ച് അറിയിച്ച് അത് ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം. അതാണ് രഞ്ജിത്ത്, എന്തായാലും ശുചിത്വ മിഷന്റെ വലിയൊരു ലക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ഒരു സ്വപ്നമാണ് പറഞ്ഞത്. ശുചിത്വ കേരളം, സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ ആ മാലിന്യമുക്ത കേരളം എന്ന ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ് അല്ലെ. ഈ ആശംസകൾക്കപ്പുറം നമ്മൾ അവരോടൊപ്പം സഹകരിക്കണം, ഓരോ ജനങ്ങളും അവർക്കൊപ്പം സഹകരിക്കണം എന്നുള്ളതാണ്. 2025 മാർച്ച് 30 ആകുമ്പോഴേക്കും അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം നമുക്ക് നടത്തണം. നമുക്ക് അശ്വതി, നമ്മൾ ആദ്യം പറഞ്ഞ ഇന്നത്തെ ദിവസം പ്രത്യേകതയുള്ള ഒക്ടോബർ 2 അപ്പോൾ നമുക്ക് വിശേഷപ്പെട്ട 2 അതിഥികളാണ്. ഹരിതകർമ്മ സേന അംഗങ്ങളായ ഉദയകുമാരിയും സിന്ധുവും. രണ്ടുപേർക്കും സ്വാഗതം. നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റുകളല്ല, പക്ഷേ നമ്മളിൽ ഉള്ള പലരും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വലിയ കാരണക്കാരാണ്. കാരണം അവരുടെ എഫേർട്ടും അവരുടെ നിസ്വാർത്ഥമായ സേവനവും അവരുടെ വിശ്രമരഹിതമായ അവരുടെ ജീവിതവും ഒക്കെയാണ് നമ്മൾ പലരും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ UV ജോസ് സാർ പറഞ്ഞില്ലേ, നമ്മളോട് വലിച്ചെറിയരുത് മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എവിടെ കളയണം. അതിനുള്ള ഉത്തരമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ 2 പേർ. അവർ പ്രതിനിധികളാണ്, അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അപ്പോൾ 2 പേർക്കും വലിയ സന്തോഷത്തോടെ സ്വാഗതം. നമുക്ക് രഞ്ജിത്ത്, ഇവർ ഫുഡ് വേസ്റ്റ് എടുക്കുന്നില്ല, പ്ലാസ്റ്റിക്കിനോടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആ യുദ്ധത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിനോട് യുദ്ധം ചെയ്യുന്നവരാണ്. ഉദയ ചേച്ചി, എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം എന്നൊന്ന് പറയാമോ ഞങ്ങളോട്? നമ്മൾ വീടുകളിൽ നമുക്കിപ്പോൾ വാർഡിൽ 10 പേരാണ്. ഇപ്പോൾ അളവ് കൂടി വരുന്ന അനുസരിച്ച് നമ്മൾ ഒരാളിനെ കൂടെ എടുത്തിട്ടുണ്ട്, 11 പേരായിട്ടുണ്ട്. കാരണം വീടുകളെ എല്ലാം ഉൾപ്പെടുത്തുക എന്നതാണ് നമ്മളെ ലക്ഷ്യം. കാരണം 100%, ഇപ്പം ഞങ്ങൾ 91% എത്തിയിട്ടുണ്ട്. അതായത് പാതിരപ്പള്ളി വാർഡ്
അത് അതായത് ഓരോ വാർഡിനും 10 പേർ വീതമാണ് അല്ലേ? 10 പേരാണോ? സ്റ്റാർട്ടിങ് 6 പേരായിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 21-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരാനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഞാനാണ് സ്റ്റാർട്ടിങ്ങിൽ പാതിരപ്പള്ളി വാർഡിനായിട്ട് വന്നത്. എന്നെ കൊണ്ടുവന്നത് നമ്മളെ പാതിരപ്പള്ളി വാർഡിലെ കൗൺസിലറായ MS കസ്തൂരി മേഡവും നവകേരള മിഷൻ്റെ ആളായിരുന്ന ജയന്തി മേഡവുമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. എന്നാൽ പലരും പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി? പരിശീലനം എന്ന് പറയാം, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സാറ് വന്ന്, ബിജു സാറ് വന്ന് നമുക്ക് സാറിൻ്റെ ഇതായിരുന്നു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം. സാറാണ് സ്റ്റാർട്ടിങ്, സാറാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ വീടുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് പ്ലാസ്റ്റിക് എടുക്കുക എന്ന് പറയുകയല്ല. നിങ്ങൾ പോയി ആദ്യം നിങ്ങൾ മാഡം അല്ലെങ്കിൽ സാറ് എന്ന് അവരെ സംബോധന ചെയ്ത് വിളിക്കുകയും അവരോട് നമ്മൾ പറഞ്ഞ് പ്ലാസ്റ്റിക്കുകൾ തരാൻ പറയുമ്പോൾ അവരോ നിങ്ങൾക്ക് കഴുകി തരണമോ എന്ന് ചോദിക്കും. ഇല്ല, കഴുകി തരണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാണിച്ച് ആ വേസ്റ്റ് എല്ലാം കളഞ്ഞൊന്ന് ഇടണം. ചേച്ചി സാറ് പറഞ്ഞു കൊടുത്ത അതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കഴുകി തരണം എന്ന് പറയുമ്പോൾ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ടാവുമല്ലോ. ഇല്ല നിങ്ങൾ പൊയ്ക്കോ, ഇല്ല നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾക്ക് ഇവിടെ കഴുകി തരാൻ ആളില്ല. ഒന്ന് മയപ്പെടുത്തി പറയണം, കഴുകണമെന്ന് പറയാൻ വേണം, എന്നാ ഒന്ന് മയപ്പെടുത്തി പറയണം. ഗൗരവക്കാരിയാണോ? സ്വതവേ ഗൗരവക്കാരിയാണോ? ഇപ്പൊ ഒരു ശരി വന്നു. അപ്പൊ അങ്ങനെ സാറാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇതിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും തന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പാതിരപ്പള്ളി വാർഡിന് ആളില്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. കൗൺസിലർ ഒത്തിരി കഷ്ടപ്പെട്ടു നമുക്ക് ആളിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡിസംബർ ആയപ്പോഴാണ് പിന്നെ ആൾക്കാർ എത്തിക്കഴിഞ്ഞത്, 6 പേർ എത്തിയത്. ഈ സിന്ധു മാഡം, ഈ നമുക്ക് ഈ കാര്യങ്ങൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആദ്യം എന്താണ്, ആരാണെന്നൊക്കെയുള്ള ചോദ്യം ആദ്യമൊക്കെ ഫേസ് ചെയ്ത് കാണും അല്ലേ? തുടക്കത്തിൽ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും നമ്മളെ അടുത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ കൂട്ടായി അല്ലേ? കൂട്ടായി. ഈ ചെന്ന് നമ്മൾ എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ ഓരോ മാസം ചെല്ലുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു പരിചയത്തിന്റെ ഒരു അംശവും കൂടി ഉണ്ടല്ലോ. ഉണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. ഈ ചിരിയോട് കൂടി തന്നെയാണോ ഓരോ വീട്ടിലും? അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു കൂട്ടില്ലേ? നിങ്ങൾ ഭയങ്കര കൂട്ടല്ലേ എല്ലാവരും? എല്ലാവരും ഭയങ്കര സഹകരണമാണ്. വാർഡും കമ്പനിയാണ്. 100 വാർഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അതിനകത്ത് ഗംഭീര കമ്പനിയാണ് അവർ. അടുത്ത ഇലക്ഷന് വേണമെങ്കിൽ നിൽക്കാം. 3 മാസം കൂടുമ്പോ ബിജു സാർ വിളിക്കുന്നുണ്ട് മീറ്റിംഗ്. അത് കഴിഞ്ഞ് മാസത്തിലൊരിക്കൽ ഇപ്പൊ ഇത് QR കോഡിന്റെ അതിന്റെ ഇത് ഇപ്പൊ മീറ്റിംഗ് വിളിച്ച് നമുക്ക് കൂടുതൽ പരിശീലനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് അവര്. ഇനി QR കോഡും കൂടെ എല്ലാ വീട്ടിലും ഇതായി കഴിഞ്ഞാൽ നമ്മൾ 100% സംഗതി പണി എളുപ്പമായി, മൊത്തം ഡിജിറ്റലായി. അതെ, കാര്യങ്ങൾ ഡിജിറ്റലായി. അപ്പോ ഈ നമ്മള് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഇല്ല ചേച്ചി? ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ചിരിച്ച മുഖത്തോടെ നിന്നാലും ഇത് നമ്മൾ ഈ ചില ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള സാധനങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും അങ്ങനെ വേദനിപ്പിക്കുന്നവരുണ്ട്. എന്നാ രണ്ടുപേരും ഓരോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. ഇനി ആരും വേദനിപ്പിക്കരുത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ ദിവസം അല്ലേ? ആ ചേച്ചി പറയൂ, ഉദയ ചേച്ചി പറയൂ ആദ്യം. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് സ്ഥലമില്ല. അതായത് സാർ ഇപ്പൊ ശുചിത്വ മിഷന്റെ ഡയറക്ടറിന്റെ ആ ഭാഗമാണ്. ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കുന്ന ആളും കൂടിയാണ്. അത് മാത്രമല്ല സാറ് എന്നെ വനിതാ പ്ലാസ്റ്റിക് എടുത്ത് വയ്ക്കുന്നതിനായിട്ട് നമുക്ക് കളക്ട് ചെയ്ത്, അതായത് വീടുകളിൽ നിന്നും തിരിഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവച്ച അടുത്ത് ഇനിയൊരു തിരിയലുണ്ട്. അതായത് വീടുകളിൽ നിന്ന് തിരിയുന്നത് വെച്ചാൽ പാൻ പേസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് എടുത്തോണ്ട് വരാതിരിക്കാൻ വേണ്ടി അവിടെ വെച്ച് തന്നെ ഒന്ന് മാറ്റിയാണ് വിടുന്നത്. തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് 7 തരത്തില് തരംതിരിക്കലുണ്ട്. അപ്പൊ ആ തരംതിരിക്കലിനുള്ള സൗകര്യം ഇല്ല. ഓരോ വാർഡുകളിലും വേണം, എല്ലാ വാർഡുകളിലും വേണം. പിന്നെ ചില വാർഡുകളിൽ അവർക്ക് സ്ഥലം ഉണ്ട്, ചിലർ വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഒരു 3 സെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഇടയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന ആള് കോർപ്പറേഷൻ ജീവനക്കാരിയാണ്. ഒരു ദിവസം എത്ര കിലോ വരെ കളക്ട് ചെയ്യും? അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ടോ? ഒരു ദിവസം ഒരു 15, അതിൽ കൂടുതൽ 15 കിലോ. 15. നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം എത്രയാണ്? ഒരു വീട്ടിൽ നിന്ന് ഒരു ചാക്കാണ്. വാർഡിൽ നിന്നാണ്, ഒറ്റ വാർഡിൽ നിന്ന് അല്ല, ഒറ്റ വാർഡിൽ 100 കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. 150, 300 വരെ വരുന്നുണ്ട്.
ഓ ശരി. ഒരാള് കളക്ട് ഒരാള് കളക്ട് ചെയ്യുന്ന കണക്കാണ്. നിങ്ങൾ 6 പേര് ചേർന്ന് ഈ പറഞ്ഞതുപോലെ 150 പുഞ്ചക്കരി വാർഡിൽ 10 പേരുണ്ട്. 10 പേര് 11 പേര് ചേർന്ന് 150 കിലോ കളക്ട് ചെയ്യണല്ലേ? കളക്ട് ചെയ്യണം. ഇത് എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി തരംതിരിക്കും. തരംതിരിച്ചിട്ട് ഒരു സ്ഥലം, ഒരു 7 സെന്റിനകത്ത് ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെയാണ് കോർപ്പറേഷന്റെ വണ്ടി വന്ന് നമ്മൾ എടുത്തു വെക്കുന്ന സാധനം കൊണ്ടുവന്ന് അവിടെ ഇട്ട് തരും. അപ്പോൾ ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ 10 പേര് ഇരുന്ന് എടുത്ത സാധനം തരം തിരിച്ചു വെക്കും. അവിടെ നിന്ന് വലിയ വണ്ടി വന്ന് ഈ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ ഈ ഫ്ലാറ്റുകളിലും ഫ്ലാറ്റുകളിലും പോകുമല്ലോ അല്ലേ? ഈ നമ്മൾ ഈ പലപ്പോഴും നമുക്ക് ഈ പരാതി, എനിക്കൊരു ഫ്ലാറ്റ് താമസിക്കുന്ന ആളാണ്. അപ്പം പരാതികൾ പലപ്പോഴും ഉയരുന്നത് ഈ ആളുകളോട് നമ്മളും മനുഷ്യരാണ്, നിങ്ങൾ മനുഷ്യരാണല്ലോ കളക്ട് ചെയ്യുന്നവരും, ഈ വേസ്റ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്പം ശുചിത്വത്തോടുകൂടി ഒന്ന് വെക്കണമെന്ന് പറഞ്ഞാൽ പലരും അത് സഹകരിക്കാത്ത പല ആളുകളും ഉണ്ട്. അതൊക്കെ അവരെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അവരുടെ കൂടി ആവശ്യത്തിനാണ് നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് മനസ്സിലാകാത്ത പലരും ഇപ്പോഴും ഉണ്ടല്ലേ? വഴക്കടിക്കാറുണ്ടോ? അല്ല, ഫ്ലാറ്റുകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥല സൗകര്യം കുറവാണ്. അങ്ങനെ വരുന്നവരോട് ഞങ്ങൾ പ്ലാസ്റ്റിക്, അതായത് ബോട്ടിൽ ഐറ്റങ്ങൾ പ്രത്യേകം വയ്ക്കുക, പ്ലാസ്റ്റിക് പ്രത്യേകം വയ്ക്കുക, ചെരുപ്പ് ബാഗ് പ്രത്യേകം വയ്ക്കുക. ആ 3 ഐറ്റത്തിലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതേസമയം ആ സ്ഥല സൗകര്യം കൂടുതലുള്ള ആൾക്കാരോട് പാൽ കവറൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കമ്പി, അതായത് ചെറിയ ഒരു നൂല് പോലത്തെ കെട്ട് കമ്പി എന്ന് പറയും, ആ കമ്പിയിൽ അവർ തൂക്കിയിടുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി അവർ തൂക്കിയിട്ട് നനവ് മാറ്റി നമുക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ പാൽ കവറിലൊക്കെ പെട്ടെന്ന് പുഴു പിടിക്കുന്ന അതാണ് അവര് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് കഴുകി തരുന്നവരും ഉണ്ട്, അല്ലാതെ അതേപടി എടുത്തിടുന്നവരും ഉണ്ട്. കുറേശ്ശെ സ്റ്റെപ്പായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ വാർഡിൽ പകുതി ആൾക്കാർ മാത്രമാണ് അത് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും എത്ര പറഞ്ഞാലും അതേപോലെ തന്നെ ആ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതേ. നമ്മൾ ഈ നടത്തുന്ന ഒരു ക്യാമ്പയിനും കൂടിയാണ് ഇത്. കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇവരുടെ വാർഡിലുള്ളവർ മാത്രമല്ല, മാക്സിമം നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അല്ലേ? അത് ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് മാത്രമല്ല, ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു നമ്മളും ചെയ്യണം എന്നുള്ളൊരു കാര്യം അത് ബോധ്യപ്പെടുക തന്നെ വേണം. അത് അവർ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ മേയറൊക്കെ നല്ല സപ്പോർട്ടാണ്. മേയർ എന്ന് പറഞ്ഞാൽ നല്ല, നമ്മളെ ഉദ്ഘാടനം ചെയ്തത് മേയറാണ്. നമ്മൾ 2021 ഒക്ടോബർ 28-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 3 വർഷമായി. മേയർ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ വാർഡ് കൗൺസിലറും HI JHI എല്ലാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ ഒപ്പം നിൽക്കുന്നുണ്ട്. JHIമാരും HI സാറും എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല പിന്തുണയുണ്ട്. ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഒരു സംഭവം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരുപാട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതല്ലേ. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ അവിടെ മാലിന്യവും ഈ പ്ലാസ്റ്റിക്കൊക്കെ കൂടുന്നത്. അതിനോടൊപ്പം എന്താ തോന്നുന്നത്? നിങ്ങൾ പരസ്പരമൊക്കെ സംസാരിച്ച് കാണുമല്ലോ ആ വിഷയം? സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലര് കാറുകളിൽ പോയി അവരെടുത്തെറിഞ്ഞിട്ട് പോകുന്നവരുണ്ട്, വലിയ ചാക്ക് കെട്ടായി. അതേസമയം അല്ലാത്ത പാവപ്പെട്ടവർക്ക് കൊണ്ടിടാൻ അവിടെ പറ്റത്തില്ല. അപ്പോ ഈ ചാക്കുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നവരുണ്ട്, നടക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെയൊക്കെ അതാണ് കാരണം ഞങ്ങൾക്ക് മിനി MCFകൾ തന്നിട്ടുണ്ട്. അവിടെയും ഇതുപോലെ സ്കൂളിലെ ടീച്ചർമാര് പിന്നെ അല്ലാതെ പോകുന്നവര് അവരൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ ജലേസം കാർ കൊണ്ടുവന്ന് അവിടെ ടീച്ചർമാർ വേസ്റ്റ് കൊണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങളോട് പോയി പഠിപ്പിക്കുന്നത് മാലിന്യം വലിച്ചെറിയരുത്. അതെ. ഞാൻ ചോദിക്കുന്ന, രാവിലെ എപ്പോ തുടങ്ങും നിങ്ങളുടെ ഡ്യൂട്ടി സമയമൊക്കെ എങ്ങനെയാണ്? രാവിലെ എപ്പോ ഇറങ്ങും? ഫസ്റ്റൊക്കെ ഞങ്ങള് ഞങ്ങളുടേതായ സൗകര്യത്തിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പൊ അത് പറ്റുന്നില്ല. ഇപ്പൊ രാവിലെ കൃത്യം 8 മണിക്ക് ഇറങ്ങുന്നുണ്ട്. ഫീൽഡിൽ എല്ലാവരും ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്ന പക്ഷേ സാറ് ഞങ്ങള് ഫസ്റ്റൊക്കെ ആണെന്ന് വെച്ചാൽ ഞങ്ങളെ ഇഷ്ടാനുസരണം ഇറങ്ങി 6 മണി വരെയൊക്കെ ചെയ്യുന്നതുണ്ടായിരുന്നു. ഇപ്പൊ HI സാർ പറഞ്ഞ് ഇങ്ങനെ ഇരട്ട വിളക്ക് നിങ്ങൾക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് കൃത്യസമയം വേണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൃത്യസമയത്തേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമായി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാനുള്ള സൗകര്യം അതൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ ഈ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു? ജോലിയൊന്നുമില്ല, വീട്ടിലായിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്നു. എനിക്ക് വളരെ സന്തോഷം. ഞാൻ 15 വയസ്സുള്ളപ്പോഴേ ഞാൻ ജോലിക്ക് ഇറങ്ങിയ ആളാണ്. എന്തായിരുന്നു ചെയ്തേ? ഞാൻ പല ഫീൽഡിലായിട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തയ്യലിന് പോയിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ട്, അച്ഛനില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്കിപ്പോ വരുമാനം ഉണ്ട്, നമുക്ക് പറയാനൊരു സ്ഥാപനം ഉണ്ട്, യൂണിഫോം ഉണ്ട് അല്ലെ? അത് തരുന്ന ഒരു ബലം എത്രയാണ് ചേച്ചി? എന്തോ അത് തരുന്ന ഒരു ബലം ഉണ്ടല്ലോ നമ്മുടെ യൂണിഫോം ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടി. കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് നല്ല സഹകരണമാണ്. മാസ്ക്, ഗ്ലൗസ്, യൂണിഫോം, മഴക്കോട്ട് ഫസ്റ്റൊക്കെ ചാക്ക് തന്നോണ്ടിരുന്നു. ഇപ്പൊ അത് ചാക്ക് ഇത്തിരി ഡിലേ വന്നിരിക്കുകയാണ്. അന്തസ്സായിട്ട് കുടുംബം നോക്കാനും പറ്റുന്നുണ്ടല്ലേ? അന്തസ്സായിട്ട് കുടുംബം നോക്കാനും പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു
കാര്യത്തിൽ പിടിച്ചു നിൽക്കാം. കാരണം നമുക്ക് നമ്മളെ നിന്ന് എടുത്തു വയ്ക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു മടിയും കൂടാതെ വാങ്ങിക്കൊടുക്കാം. ഫസ്റ്റ് അതൊക്കെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ള ഇത് ഇല്ലായിരുന്നു. നമുക്ക് തുടക്കം 10,000 രൂപയായിരുന്നു സാലറി, ഇപ്പൊ 30,000-ന് പുറത്ത് വാങ്ങിക്കുന്നുണ്ട്. വലിയ സന്തോഷം, വലിയ സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ഉദാഹരണം, മാതൃകയാണ്. സിന്ധു ചേച്ചിയോട് ചോദിക്കുമ്പോ ആരൊക്കെയാ വീട്ടിലുള്ളത്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എത്ര ക്ലാസ്? മോള് +1 പഠിക്കണം, മോ 6 പഠിക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. താമസിക്കുന്നത് അവിടെ തന്നെ? താമസിക്കുന്നത് അവിടെയാണ്. ഓക്കെ. അപ്പൊ ഉദയ ചേച്ചിയോ? കുളപ്പുറക്കുന്നിലാണ് താമസിക്കുന്നത്. എനിക്ക് എന്റെ ഭർത്താവ്, ഞാൻ, എന്റെ അമ്മായച്ചൻ കൂടെ ഉണ്ട്. പിന്നെ എന്റെ മോള് 10ാം ക്ലാസ്സിൽ, എന്റെ മോൻ 6ാം ക്ലാസ്സിൽ. മോൻ 6ാം ക്ലാസ്സിൽ. ഓക്കെ. രണ്ടുപേർക്കും 2 മക്കളുണ്ട്. കുടുംബശ്രീ പരമായിട്ടും നല്ല സഹകരണമാണ്. ബീന ചേച്ചി എല്ലാവരോടും സംസാരിച്ചു. 10 പേരെന്ന് പറയുമ്പോൾ 100 വാർഡിലുമായി ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? 1000-ഓളം ആളുകൾക്കുള്ള ഒരു തൊഴിലും കൂടിയാണ്. അവർക്ക് ഒരു വരുമാനം ചെറിയ തുകയല്ല. പിന്നെ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ ഒരു ശക്തി കൂടി ഉണ്ടല്ലോ. നമുക്ക് യൂണിയൻ ഒക്കെ ഉണ്ടോ ചേച്ചി? ഇല്ല, യൂണിയൻ വേണ്ട. യൂണിയൻ വേണ്ട, അല്ലാതെ ഞങ്ങൾ നന്നായി പോകുന്നുണ്ടെന്നൊക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ഇതുപോലെ കൂട്ടുകൂടി ജോലി ചെയ്യുന്നത് ഒരു സുഖമല്ലേ? ഒന്ന് പറയാമോ അവരോട്? അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു വിഷമവും ഇല്ല, സന്തോഷമാണ്. അതെ. ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. എല്ലാ പേരും എല്ലാ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മളോട് പറയാറുണ്ട്. ഇതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് 3/4 പേർക്കും ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അത് പോയിട്ട് ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട്, പിന്നെ വീടില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ഒരു വീടിന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് അവർക്ക് ഒരു മുൻഗണന കൊടുക്കണം. കാരണം വീട് ഇല്ലാതെ വാടക വീട്ടിലൊക്കെ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീട് വരുന്ന സമയങ്ങളിൽ വീട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിട്ടുണ്ട്. ഓരോ വാർഡിലും ഓരോന്ന് വെച്ചെങ്കിലും ഓരോ ആൾക്കാർക്ക് കൊടുത്താൽ 10 പേർക്കും വീടായി കഴിയും. അപ്പോൾ ഇതിനകത്തുനിന്ന് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തുച്ഛമായ പൈസയാണ് കിട്ടണം. കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ വാഹനമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട്. ഞങ്ങളുടെ വാർഡിൽ എല്ലാവർക്കും 2 വീലർ ഉണ്ട്. എല്ലാവർക്കും ഇല്ല, ഒരു 5-6 പേർക്കുണ്ട്. പക്ഷേ ഇങ്ങനെ അവരെ കൊണ്ടുപോകാനും എടുത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റുവാനും ഒക്കെ ഉള്ള സൗകര്യം അത് വെച്ചാണ്, ഞങ്ങളെ വണ്ടി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പണികളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അതിൽ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പോകാറുണ്ടോ? പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടിതട്ടി എടുക്കുന്നുണ്ടോ? അത് ഓണാഘോഷമൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം അടിച്ചു പൊളിക്കും. എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ്. അങ്ങനെ എന്താണ് ഉദ്ദേശിച്ച്? ഡാൻസ് ആണോ പാട്ടാണോ? എല്ലാം ഉണ്ട്, ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. ആണോ? പാടുവോ? ഇല്ല. കേട്ടോ ഞങ്ങള് പാടുവന്ന്? ഇല്ല. അപ്പൊ ഉദയ ചേച്ചി ഒരു പാട്ട് പാടും? ഇല്ല, പാട്ടൊന്നും ഇല്ല. പാട്ടില്ലെന്ന് പറഞ്ഞു. ശരി, അതെ, ഞങ്ങളെല്ലാം കൂടി ഉള്ളപ്പോ പാടുവന്ന്. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുന്നത്, ഇനി ഞങ്ങളുടെ ഈ ദിവസം വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഒരു 2 ഇത്ര പ്രധാനപ്പെട്ട അതിഥികളെ കിട്ടിയതിൽ. ഒപ്പം ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ചേച്ചിമാരുണ്ട് ക്ലീനിങ്ങിൽ. ആ ചേച്ചിമാരെ കൂടി ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുവാണ്. കാരണം നമ്മുടെ ഈ ഒരു ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയോട് ചെയ്യാണ്. ഒരു വലിയ സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. അവരോട് എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. നന്ദി രണ്ടുപേരും വന്ന് ഇത്രയും സമയം, നിങ്ങളുടെ വിലയേറിയ സമയം തന്നെ പറയണം. കാരണം നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയമാണ്. ന്യൂസ് 8-ന് വേണ്ടി ചിലവഴിച്ചതിന്, പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ചതിന്. ഗംഭീരമായിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഡൂഡിൽ ഡേയ്സ് സംഘടിപ്പിച്ച തേവര സേക്രഡ് ഹാർട്ട് കോളേജ് മന്ത്രി സജി ചെറിയാനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡൂഡിൽ ഡേയ്സ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ചിത്രം വരച്ചായിരുന്നു മന്ത്രിയുടെ ഉദ്ഘാടനം. ഗാന്ധിസം എന്ന ടൈറ്റിലിൽ വിദ്യാർത്ഥികളുടെ വരയിൽ അനവധി ഗാന്ധി ചിത്രങ്ങൾ. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണനും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ന്യൂസ് 18 കൊച്ചി. പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി.
പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് അഴുക്കുചാലിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടത്. മോട്ടോർ ഉപയോഗിച്ച് വ്യാപകമായാണ് മാലിന്യം തള്ളുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് മാലിന്യം എന്ന് പറയുന്നത് കക്കൂസ് വേസ്റ്റ് മാലിന്യമാണ്. സാധാരണ ഒരു 10 മണിക്ക് ശേഷം ഇവിടെ ആളുകളൊന്ന് പോയാൽ 10 മണിക്ക് ശേഷം ഇതിൻ്റെ വാൾവ് തുറന്നു വിടുക. വീടുകളിൽ നിന്നും ഈ ഓടയിലേക്ക് അവർ തന്നെ പ്രൈവറ്റായിട്ട് ഒരു ഓടയിലൂടെ പൊതു സ്ഥലത്തേക്ക് ഓട തുറന്നു വിട്ട് രാത്രി ആകുമ്പോൾ കറുകറുത്ത വെള്ളം, ഇന്നലെ രാത്രിയിൽ ഈ പരിസരത്ത് ഭയങ്കര ബാഡ് സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ ചാലിലൂടെ വളരെ കറുത്ത ജലമാണ് ഒഴുക്കിയിട്ടുണ്ടായിരുന്നത്. കക്കൂസിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടക്കം അതിലൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കെട്ടിടങ്ങൾ ഉടമസ്ഥന്മാർ, കെട്ടിടത്തിൻ്റെ ആളുകൾ മാലിന്യം സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവർ വേസ്റ്റുകൾ, കക്കൂസ് വേസ്റ്റുകൾ കംപ്ലീറ്റ് പുഴയിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ഇത് കുടിവെള്ളം പല പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റി, പാവർട്ടി കുടിവെള്ള പദ്ധതി, അങ്ങനെ പല സ്ഥലത്തേക്കും ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം പോകുന്നത് ഈ പുഴയിൽ നിന്ന്. അതിലേക്കാണ് ഈ മാലിന്യം തള്ളുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് ചെയ്യുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. കെട്ടിട ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. അർദ്ധരാത്രിയോടുകൂടി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും മലിനജലം തുറന്നുവിട്ടതായി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ നേരത്തെ തന്നെ പരിശോധന നടത്തുകയും ഇവിടെ വന്ന് മലിനജലം ഒഴുക്കി വിട്ടതായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷെഫീഖ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഒഴുക്കി വിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. പ്രദേശവാസികൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന പുഴയിലേക്കാണ് കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത്. പകർച്ചവ്യാധി ഭീഷണിയും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ ശുചിത്വ സംവിധാനങ്ങളോ ശുചിമുറികളോ ഒരുക്കുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 പട്ടാമ്പി. ഇനി വേഗവാർത്തകളിലേക്ക് പോകണം. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി ഇറാൻ. 200-ലധികം ബാലിസ്റ്റിക് മിസൈലാണ് അമേരിക്കയ്ക്ക് മേൽ ഇറാൻ വർഷിച്ചത്. ആക്രമണത്തെ ചെറുത്തതായും ആൾനാശമുണ്ടായിട്ടില്ലെന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ നടന്ന വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രയേലിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതി നിരീക്ഷിച്ച് ലോകരാജ്യങ്ങൾ. ഇസ്രയേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ബൈഡനും കമലാ ഹാരിസും ദേശീയ സുരക്ഷാ കൗൺസിലുമായി അടിയന്തര യോഗം ചേർന്നു. ഇസ്രയേലിന്റെ തുടർ നടപടികളെക്കുറിച്ച് അമേരിക്ക ഇസ്രയേൽ സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ വ്യക്തമാക്കി. സംഘത്തിന് പിന്നാലെ ന്യൂയോർക്കിലെ UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. മേഖലയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തര യോഗം. കേരളത്തിന് 145 കോടി 60 ലക്ഷം രൂപ പ്രളയ ധനസഹായം അനുവദിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര വിഹിതം. കേരളം ആവശ്യപ്പെട്ടത് 3000 കോടി. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര തീരുമാനമായിട്ടില്ല. കേരളം ഉൾപ്പെടെ പ്രളയം ബാധിച്ച 14 സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആകെ 5858.60 കോടി അനുവദിച്ചു. കഴിഞ്ഞ ദിവസം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 675 കോടി രൂപ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പട്ടികയിൽ കേരളത്തിന്റെ പേരുണ്ടായിരുന്നില്ല. KT ജലീലിന്റെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും. ജലീൽ എന്ത് നിലപാട് പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിൽ കേരളം. CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ PV അൻവർ വിമർശനം തുടരുന്നതിനിടെയാണ് ജലീലിന്റെ നിലപാട് പ്രഖ്യാപനം. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിരമിക്കൽ ജലീൽ പ്രഖ്യാപിച്ചിരുന്നു.
വിരമിക്കൽ മൂഡിലാണെന്ന് CPM സഹയാത്രികനായി തുടരുമെന്നും ജലീൽ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. കഴിഞ്ഞ ദിവസം സിദ്ദിഖ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. അഡ്വക്കേറ്റ് B. രാമൻപിള്ളയുടെ എറണാകുളത്തെ ഓഫീസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. സിദ്ദിഖിനെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണോ എന്നതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഓഫീസിനോട് പോലീസ് നിയമോപദേശം തേടി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലെ വിവാദം അവസാനിക്കുന്നില്ല. ദ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രതിപക്ഷം വിഷയം ആയുധമാക്കും. PR ഏജൻസിയുടെ ഇടപെടലും മുഖ്യമന്ത്രിയുടെ മൗനവും ചോദ്യം ചെയ്ത് UDF കക്ഷികൾ. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലും CPMന്റെ വിവാദം വിട്ടൊഴിയില്ല. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം വ്യാഴാഴ്ച. അതിനു മുൻപ് റിപ്പോർട്ട് കൈമാറിയേക്കും. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGPക്ക് പങ്കുണ്ട വിവാദവുമാണ് സംഘം അന്വേഷിക്കുന്നത്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ശക്തമായ നിലപാടിൽ CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ. CPM-CPI സംഘർഷവും പാർട്ടി മാറ്റവും പതിവായ വെഞ്ഞാറമൂട്ടിൽ AIYF മുൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ CPMലേക്ക്. വെഞ്ഞാറമൂട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് തർക്കങ്ങളാണ് വീണ്ടും പാർട്ടി മാറ്റത്തിലേക്ക് എത്തിച്ചത്. CPM പ്രാദേശിക പ്രവർത്തകരുടെ എതിർപ്പ് മറികടന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കമെന്ന് ആരോപണം. ഇതിനെതിരെ ഒരു വിഭാഗം CPM പ്രവർത്തകർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് പുറത്തു ചാടിയ 2 ഹനുമാൻ കുരങ്ങുകളെ കൂട്ടിലെത്തിച്ചു. മൃഗശാല വളപ്പിനുള്ളിൽ മരത്തിൽ നിന്നാണ് കൂട്ടിൽ തിരികെ എത്തിച്ചത്. ഹനുമാൻ കുരങ്ങുകളെ തിരികെ കൂട്ടിലെത്തിച്ചത് വൈകിട്ടോടെ. 3ാമത്തെ കുരങ്ങും കൂട്ടിലെത്തുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. ആറന്മുള വഴിപാട് വള്ളസദ്യകൾക്ക് ഇന്ന് സമാപനം. 460 വള്ളസദ്യകൾ ബുക്ക് ചെയ്തെങ്കിലും 443 വള്ളസദ്യകളാണ് ഇപ്രാവശ്യം നടന്നത്. അഷ്ടമിരോഹിണി വള്ളസദ്യക്ക് മാത്രം പങ്കെടുത്തത് 65,000-ഓളം പേർ. ഈ വർഷം മുതൽ ഓൺലൈനായി വള്ളസദ്യ ബുക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളും. സമാപന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ്, പ്രമോദ് നാരായണൻ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും. സ്വച്ഛതാ ഹി സേവാ മൂവ്മെന്റിന്റെ ഭാഗമായ റിലയൻസ് ജിയോ ജീവനക്കാർ കേരളത്തിലുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 14 ജില്ലകളിലെ 45 കേന്ദ്രങ്ങളിലായി 1500-ലധികം ജീവനക്കാർ വിവിധ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ജിയോ കേരളം മേധാവി KC നരേന്ദ്രൻ കൊച്ചിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലുടനീളം സെപ്റ്റംബർ 17-ന് ആരംഭിച്ച് ഇന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ ആക്ടിവിറ്റി. ഹരിയാനയിലെ പൽവാളിൽ നടന്ന റാലിയിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് ജാതിയും മതവും ഉപയോഗിച്ച് രാജ്യത്തെ വിഭജിക്കുന്നു. ഭിന്നതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ദേശസ്നേഹം തകർക്കാൻ പാർട്ടി ലക്ഷ്യമിടുന്നു. ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ പാക് അധിനിവേശ കശ്മീർ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരിക്കലും കോൺഗ്രസ് സംസാരിക്കില്ലെന്നും പ്രധാനമന്ത്രി. ചെന്നൈയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രജനീകാന്തിന്റെ നില തൃപ്തികരം. 1 ദിവസം കൊണ്ട് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. അനാരോഗ്യത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന രക്തക്കുഴലിൽ വീക്കമുണ്ടായിരുന്നതായും അതിനുവേണ്ട ചികിത്സ നൽകിയതായും ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വീണ്ടും പുലിയുടെ ആക്രമണം. 55-കാരിയെയാണ് പുലി ആക്രമിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ ഉദയ്പൂരിൽ പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 7 ആയി. വീണ്ടും നമുക്ക് മറ്റു വാർത്തകളിലേക്കും അതിഥിയിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. രാജാക്കന്മാരിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാർക്കിടയിലെ രാജാവെന്നും വിശേഷിപ്പിക്കാറുണ്ട് രാജാ രവിവർമ്മയെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമാണ് ഇന്ന്. 118-ാം ചരമവാർഷിക ദിനത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ രവിവർമ്മ മനോഹരമായി ആവിഷ്കരിച്ചു. ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് എന്ന ചിത്രത്തിന് നൃത്താവിഷ്കാരം ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ ചെറുതുരുത്തി കഥകളി സ്കൂൾ. പതിനൊന്ന് സ്ത്രീകൾ സംഗീതോപകരണങ്ങൾ പിടിച്ചിരിക്കുന്ന ചിത്രം. 1889-ൽ രാജാ രവിവർമ്മ വരച്ച ഈ ചിത്രത്തിന്റെ പേര് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ്.
എന്ന ആശയം പോലെ നാനാത്വത്തിൽ ഏകത്വമാണ് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസിന്റെ കാതൽ. കണ്ട രാജാ രവിവർമ്മ ക്യാൻവാസിൽ പകർത്തിയ 11 വനിതകളിൽ 10 പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ. ഒരാൾ വിദേശ വനിതയും. മോഹിനിയാട്ടം, ഭരതനാട്യം, ഒഡീസി, കഥക്, ലാവണി, ഗർഭ, ഫ്ലോമികോ തുടങ്ങി 11 നൃത്തരൂപങ്ങൾ അവയുടെ തനത് ആവിഷ്കാര ചാരുതയോടെ അരങ്ങിലെത്തിച്ചാണ് രവിവർമ്മ ചിത്രത്തിന് തൃശൂർ ചെറുതുരുത്തി കഥകളി സ്കൂൾ ദൃശ്യഭാഷ്യം ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഓഡിയൻസിലേക്ക് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ഭംഗിയായിട്ട് ഇന്ത്യയിലെ എല്ലാ തരം ആർട്ട് ഫോമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസിലൂടെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കുന്നതിന് വേണ്ടി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ലൈറ്റിങ്ങിലൂടെ ഒരു വിഷ്വൽ സ്പെക്ടാക്കിൾ നമ്മൾ ഇവിടെ ഓഡിയൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നൃത്തച്ചുവടുകളും പശ്ചാത്തല സംഗീതവുമായി ചിത്രം അരങ്ങിലെത്തുമ്പോൾ രവിവർമ്മയുടെ മനസ്സിനെ പ്രതിനിധീകരിച്ച കഥകളിയും എത്തുന്നു. ഇന്ത്യയിലെ വ്യത്യസ്ത കലാരൂപങ്ങളായ ക്ലാസിക്കലും ഫോക്കുമായിട്ടുള്ള നൃത്തരൂപങ്ങളും അതുപോലെ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയും കളരിപ്പയറ്റും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു ഡ്രാമാറ്റിക് രീതിയിലും ഒരു നൃത്ത സംഗീത പ്രാധാന്യത്തോടുകൂടി ഒരു നല്ല 1 മണിക്കൂർ നീളുന്ന ഒരു വർക്ക് ആണ് ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം. കലാമണ്ഡലം സുജാതയും ഋധി സച്ദേവുമാണ് നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കെ സുമേഷ് സംവിധാനം നിർവഹിച്ചിരിക്കുന്ന നൃത്തശില്പത്തിന്റെ കോർഡിനേറ്റർ ചെറുതുരുത്തി കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണനാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ നൃത്താവിഷ്കാരത്തിന്റെ സംവിധായകൻ കെ സുമേഷ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു. സുമേഷ്, ഗുഡ് മോർണിംഗ്. ഒപ്പം അഭിനന്ദനങ്ങൾ, വളരെ മനോഹരമായിരിക്കുന്നു. എങ്ങനെയാണ് വലിയൊരു കലാസൃഷ്ടി ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് വളരെയധികം സന്തോഷം. അതെ, പറയൂ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഗുഡ് മോർണിംഗ്. ഏകദേശം 2013 ആ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ആശയം ഉണ്ടാവുന്നത്. അതിനുശേഷം 2016 ഈ ഫസ്റ്റ് ഒരു പ്രൊഡക്ഷന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങി. അങ്ങനെ അന്ന് മുതൽ തന്നെ അതിന്റെ ഒരു ഇനീഷ്യൽ വർക്കുകളും നടന്നു. ഈ ഒരു വർക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു പ്രസന്റ് ഇതില് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മൂല്യത്തെ, ആ പെയിന്റിങ്ങിലുള്ള ഒരു മൂല്യത്തെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണം. അങ്ങനത്തെ ഒരു ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പല ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവരായിട്ടുള്ള കൊളാബറേഷനിലൂടെ ഇത്രയും വലിയൊരു വർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ഹോപ്പ്ഫുള്ളി ഞങ്ങൾ വിചാരിക്കുന്നു അത് അതിന്റെ ഏറ്റവും പീക്കില് എല്ലാ സ്റ്റേജുകളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ഒരു ചിത്രം അത് നൃത്താവിഷ്കാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ അതിന് കളക്ഷൻ കുറെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും. പ്രത്യേകിച്ചും രാജാ രവിവർമ്മയെ പോലെ മഹാന്റെ ചിത്രം അതിൽ ഒട്ടും പിഴവ് സംഭവിച്ചുകൂടാ. അതാണ് പ്രധാനം. അത് ഏത് തരത്തിലും ബാധിക്കുന്ന കാര്യമായി ആ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് വലിയൊരു എഫേർട്ട് ആയിരിക്കും അത്.
തീർച്ചയായും വലിയൊരു എഫേർട്ട് എടുക്കേണ്ടി വന്നു. അതിന്റെ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുവാനും അതിന്റെ അവരേത് സ്പേസ് എന്നുള്ള ആളുകളായി ശരിക്കും രവിവർമ്മയുടെ ഒരു വലിയൊരു ജേണിയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പെയിന്റിങ് പല തരത്തിലും അതിനൊരു ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള നമ്മളെ രാജ്യത്തിന്റെ അതേപോലെ തന്നെ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേക്ക് മുന്നെയാണ് ശരിക്കും ഈ പിക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ചിലപ്പോൾ ദേശീയതയ്ക്കും അപ്പുറത്ത് ഒരു വേറൊരു മാനം കൂടി ഇതിന് ഉണ്ടായിരിക്കാം. അതുപോലെ ഇതിന് ഇപ്പൊ നമ്മള് സൊസൈറ്റിയിലുള്ള ജെൻഡർ ഇഷ്യൂസ് അത്തരം കാര്യങ്ങളിലെല്ലാം ഇതിനൊരു വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് ശരിക്കും എല്ലാ ആളുകളിലേക്കും എത്തേണ്ട ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയാണ് ശരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ താങ്കളെ പോലെ ഒരാളെ ഞങ്ങൾക്ക് ഇങ്ങനെ ലൈവായി കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങളൊന്ന് ഇടപെടുകയാണ്. എല്ലാവിധ ആശംസകളും ആ നൃത്താവിഷ്കാരത്തിനും അതിൽ അഭിനയിച്ചവർക്കും എല്ലാവർക്കും താങ്കൾക്കും ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. നന്ദി സുമേഷ്. അപ്പൊ നമുക്കിനി സ്പെഷ്യൽ ഡേയുടെ സമയമാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആർജവ് എന്ന കൊച്ചുമിടുക്കൻ്റെ ആരവാണ് കേട്ടോ. ആരവ് എന്ന കൊച്ചുമിടുക്കൻ്റെ പിറന്നാളാണ് ഇന്ന്. എല്ലാ ആശംസകളും സുന്ദരക്കുട്ടന്. ഹാപ്പി ബർത്ത്ഡേ ആരവ്. ആൻഡ്രിയ എൽസ ലിൻസിന്റെ പിറന്നാളാണ് ഇന്ന്. ഒക്ടോബർ 1, 2015 ആണ് ജനിച്ചത് അല്ലേ? അതെ, ഇന്നിപ്പോ ഒക്ടോബർ 2 ആണ്. എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അതെ, ആൻഡ്രിയ എൽസ ലിൻസിന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഡേ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഞങ്ങളുടെ സ്ക്രീനിൽ വന്ന് പ്രേക്ഷകരുമായി സംസാരിക്കാം. സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർ ഇപ്പോൾ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. ഇതുവഴി നിങ്ങൾക്ക് സ്ക്രീനിലെത്തി ഞങ്ങളുടെ ഒപ്പം ബർത്ത്ഡേ ആഘോഷിക്കാം. ബർത്ത്ഡേ പോലുള്ള എന്ത് ആഘോഷങ്ങളും നിങ്ങൾക്ക് ആഘോഷിക്കാം. ആറന്മുള വഴിപാട് വള്ളസദ്യകൾ ഇന്ന് സമാപിക്കും. 460 വള്ളസദ്യകൾ ബുക്ക് ചെയ്തെങ്കിലും 443 സദ്യകൾ ഇത്തവണ നടന്നു. 17 വള്ളസദ്യകൾ സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയെങ്കിലും അടുത്ത വർഷം നടത്താനാണ് തീരുമാനം. അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് മാത്രം 65,000-ഓളം പേരാണ് പങ്കെടുത്തത്. ഈ വർഷം മുതൽ ഓൺലൈനായി വള്ളസദ്യ ബുക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞു. സമാപന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ്, പ്രമോദ് നാരായണൻ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും. വായനയുടെ വിശാലതയിലേക്ക് പുസ്തകത്തോണിയുമായി കാസർഗോഡ് കുമ്പള കോഹിനൂർ സ്കൂൾ ടീം. വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകത്തോണി എന്ന ആശയവുമായി കുട്ടികളും അധ്യാപകരും മുന്നിട്ടിറങ്ങിയത്. പൊതുജനങ്ങളിലും വിദ്യാർത്ഥികളിലും വായനാശീലം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. കുമ്പള കോഹിനൂർ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പുസ്തകത്തോണി എന്ന വേറിട്ട ആശയം നടപ്പാക്കുന്നത്. സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് പദ്ധതി. എല്ലാ വ്യാഴാഴ്ചകളിലും സ്കൂളിനോട് ചേർന്നുള്ള 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് പുസ്തകത്തോണിയുമായി കുട്ടികളും അധ്യാപകരും എത്തുന്നത്. പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും അവ വായിക്കുന്നതിനായി നൽകുകയും ചെയ്യും. വായന കുറഞ്ഞു വരുന്ന ഈ കാലത്ത് വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ കോഹിനൂർ സ്കൂളിലെ കുട്ടികൾ, ഒരു കൂട്ടം കുട്ടികളും അധ്യാപകരും മാനേജ്മെന്റും സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണ് പുസ്തകത്തോണി. തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേ ദിവസം വീണ്ടും ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുകയും നൽകിയ പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങുകയും പുതിയവ നൽകുകയും ചെയ്യും. പദ്ധതിക്ക് നല്ല പ്രതികരണം കിട്ടുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ തുടങ്ങിയതാണ് പുസ്തകത്തോണി. എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങൾ പുസ്തകങ്ങൾ കുമ്പളയുടെ വിവിധ ഭാഗങ്ങളിലായി വിതരണം ചെയ്യും. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ മറ്റൊരു കൊച്ചുമിടുക്കിയുടെ കൂടെ പിറന്നാളാണ് ഇന്ന്. തൂവൽ നന്ദി, ഒരു സ്പെഷ്യൽ പേരാണ് അല്ലേ? തൂവൽ നന്ദി കൊല്ലം പ്രാക്കുളം സ്വദേശിനിയാണ്. തൂവലിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മൾ സൂമിൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയുന്നു. മോളെ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ, അടിച്ചു പൊളിക്കൂ ബർത്ത്ഡേ.
അപ്പോൾ നമുക്ക് മോർണിംഗ് വൈബ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. പ്രേക്ഷകർ ന്യൂസ് 18-നൊപ്പം തുടരുക. നമസ്കാരം.